الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ زود من التقوى فإنك لا تدري إذا جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير علة وكم من سقيم عاش حينا من الدهر പണ്ഡിതന്മാരെ, ഗുരുനാഥന്മാരെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ കുറിച്ച് സംസാരിക്കുവാനും ആ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുവാനുമുള്ള ഒരു സദസ്സ് എന്ന് പറയുന്നത് നാം ഏവരും മനസ്സിലാക്കിയതുപോലെ നാളെ പരലോകത്ത് നമ്മെ വിചാരണ ചെയ്യുമ്പോൾ നമ്മുടെ ആയുസ്സിന്റെ കണക്ക് പുസ്തകത്തിലെ ഓരോ സമയങ്ങളും ഏത് രൂപത്തിൽ ചെലവഴിച്ചുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുമ്പോൾ നമുക്കനുകൂലമായി സാക്ഷി പറയുന്ന ഒരു സമയമായി ഇത് മാറട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എത്രത്തോളം എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളക്കണക്കിന് ഹദീസുകളുടെ ബാബുകൾ തന്നെ ധാരാളമായി മജാലിസ് ദിക്ർ, അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന മജ്ലിസുകളുടെ ഫളാഇൽ പറഞ്ഞുകൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്, നസലത അലൈഹിമുസ് സക്കീന,
വഗശിയതുഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദ. ഇതാണ് ഈ സദസ്സിനെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷം നൽകുന്നത്. എന്നെക്കാളും അറിവുള്ള ധാരാളക്കണക്കിന് ആളുകളെ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എളിയവൻ സംസാരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത് പോലെ പ്രവാചകരെ, താങ്കൾ താക്കീത് ചെയ്യുക. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഉപകരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ നാം കേട്ടതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ തന്നെയാണ് നാം ആവർത്തിച്ച് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ഈമാനിനെ പുതുക്കുന്നതിന് വേണ്ടി, നമ്മുടെ തഖ്വയെ ഉയർത്തുന്നതിന് വേണ്ടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നസലത് അലൈഹിമുസ് സക്കീന, അല്ലാഹുവിന്റെ അനുഗ്രഹവും സമാധാനവും ഇറങ്ങി വരുന്ന ഒരു സദസ്സ്. വഗശിയതുഹുമുർ റഹ്മ, അവന്റെ കാരുണ്യം കൊണ്ട് പൊതിയപ്പെടുന്ന ഒരു സദസ്സ്. വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ ആവരണം ചെയ്യുന്ന, ആ മലക്കുകളുടെ സാന്നിധ്യവും പ്രാർത്ഥനയും ലഭിക്കുന്ന ഒരു മജ്ലിസ്. വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലുള്ള മലക്കുകളോട്, ഭൂമിയിൽ ഇന്നാലിന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടിയ ആളുകൾ അവർ എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ്. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ കുറിച്ച് സ്മരിക്കുന്ന സദസ്സുകളിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളെ കുറിച്ച് സന്തോഷ വർത്തമാനം പറയുമെന്ന് കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ സദസ്സിന്റെ അവസാനം ഒരു ആഹ്വാനം ഉണ്ടാകുമെന്നാണ്. പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായിക്കൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് പോയിക്കൊള്ളുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നതാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുക. ഈ സദസ്സ് കൊണ്ട്, അതിന്റെ പുണ്യം കൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നുള്ളതാണ്. ആ രൂപത്തിൽ വളരെ ആത്മാർത്ഥമായ ഒരു മനസ്സോടുകൂടി ആയിരിക്കണം ഈ സദസ്സിൽ ഉണ്ടാവേണ്ടത്, ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചതാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിശ്ചയമായും പ്രവർത്തനങ്ങളുടെ പ്രതിഫലങ്ങൾ നമ്മുടെ ഉദ്ദേശശുദ്ധിക്കനുസരിച്ച് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നൽകപ്പെടുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനോട് സ്വഹാബത്ത് ഈ സദസ്സിന്റെ ഫളായിലുകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നബിയേ, ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാൾക്കൂട്ടം കാണുന്നു, ഇതുപോലെ ഒരു സദസ്സ് കാണുന്നു, പ്രത്യേക ഉദ്ദേശങ്ങളൊന്നുമില്ലാതെ ഒരാൾ അവിടെ ചെന്നിരുന്നാൽ അയാൾക്ക് പ്രതിഫലം ലഭിക്കുമോ നബിയേ എന്ന് ചോദിക്കുമ്പോ ആ ഒരു വിഷയത്തിൽ പോലും എത്രമാത്രമാണ് ഇതിന്റെ ശ്രേഷ്ഠത എന്ന് മനസ്സിലാക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മറുപടി പറഞ്ഞത്, ആ സദസ്സിൽ ഇരിക്കുന്ന ഒരാൾക്കും നഷ്ടം സംഭവിക്കാത്ത ഒരു സദസ്സാകുന്നു അത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ ഫളായില്, ഈ മജ്ലിസുകളുടെ ഫളായിലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തേക്ക് നാം കടന്നു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ്. നശ്വരമായ ഈ ജീവിതം, ഏത് സമയം വേണമെങ്കിലും അവസാനിക്കാവുന്ന ഈ ജീവിതം, ഇവിടെ നാം ഒരുങ്ങേണ്ടതുണ്ട്. നാളേക്ക് വേണ്ടി, നമ്മുടെ ആഖിറത്തിന് വേണ്ടി, പരലോക ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ഖബറിലെ ജീവിതത്തിന് വേണ്ടി വളരെ കൃത്യമായി നാം ഒരുങ്ങേണ്ടതുണ്ട്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു വരുമ്പോൾ ആ തഖ്വയോടുകൂടെ ജീവിച്ച മനുഷ്യർക്ക് മാത്രമാണ് മോക്ഷം ലഭിക്കുക, സ്വർഗം ലഭിക്കുക. വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിക്കുകയാ, വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ. മുത്തഖീങ്ങൾക്ക് നാളെ സ്വർഗം വിദൂരതയിലല്ലാതെ സമീപസ്ഥമാക്കി നിർത്തുകയാണോ? സ്വർഗം അവരുടെ അടുത്തേക്ക് നീക്കപ്പെടുകയാണോ? മുത്തഖീങ്ങളുടെ പ്രത്യേകതയാണതോ? അല്ലാഹു അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണതോ? ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീള. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഖേദിച്ച് മടങ്ങുന്ന ആളുകൾക്ക്, സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച ആളുകൾക്ക് അവൻ തയ്യാറാക്കിയ സ്വർഗമാകുന്നു അത്. മുത്തഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളെ സ്വർഗം അവർക്ക് സമീപസ്ഥമാക്കുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ആ രൂപത്തിൽ തഖ്വയോടുകൂടെ നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളും
നമ്മുടെ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളും ആ രൂപത്തിൽ ഒരുക്കി വെക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ആത്മപരിശോധനയുടെ ഒരു സമയമാണിത്. പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനം ചെയ്യുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചതെന്ന് ഓരോരുത്തരും നന്നായി പരിശോധിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചുവെന്നതോ നാളേക്ക് വേണ്ടി എന്ത് ഒരുക്കി വെച്ചുവെന്നതോ ഓരോരുത്തരും ഒന്ന് നോക്കിക്കൊള്ളട്ടെ. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം കേട്ടോ. ആ സൂക്ഷ്മതയാണ് നമുക്ക് വേണ്ടത്. ആ സൂക്ഷ്മതയും ആത്മപരിശോധനയുമാണ് നമുക്ക് വേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുമായിരുന്നു, ഹസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ വസിനൂ അൻഫുസകും ഖബ്ല അൻ തുസനൂ. നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ ചെയ്യുക. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ, നിങ്ങൾ റബ്ബ് വിചാരണ ചെയ്യുന്നതിന് മുമ്പ് യൗമുൽ ഹിസാബ്, അത് സത്യമാണ്. വിചാരണയുടെ നാളെന്നത് സത്യമാണ്. ആ വിചാരണയുടെ നാളിൽ ഒന്ന് മടങ്ങി വന്നെങ്കിലെന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകും. ഭൂമിയിൽ ഒരു വേള ഒന്ന് തിരിച്ചു വരാൻ സാധിക്കുമെങ്കിൽ വിട്ടേച്ചു പോയ ധാരാളക്കണക്കിന് കർമ്മങ്ങളുണ്ട്. തെറ്റ് ചെയ്തപ്പോൾ മുന്നറിയിപ്പ് നൽകാൻ ധാരാളക്കണക്കിന് മുന്നറിയിപ്പുകാർ വന്നിരുന്നു. എന്നിട്ടും അതാ ആ തെറ്റിൽ തന്നെ അഭിരമിക്കുകയാണല്ലോ ഉണ്ടായത്. അതുകൊണ്ട് തിരുത്താൻ ഒരു അവസരം തരുമോ റബ്ബേ എന്ന് കരയുന്ന ആ ഹിസാബിന്റെ സന്ദർഭം അത് സത്യമാ. ആ യൗമുൽ ഹിസാബ് എന്നതിന് മുമ്പ് ഹസിബൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിചാരണ ചെയ്യുക. വസിനൂ അൻഫുസകും ഖബ്ല അൻ തുസനൂ, അല്ലാഹുവിന്റെ മീസാൻ അത് സത്യമാ. നിങ്ങളുടെ കർമ്മങ്ങളും വിശ്വാസങ്ങളും തൂക്കിക്കണക്കാക്കുന്ന മീസാൻ കൊണ്ടുവരപ്പെടുമെന്നത് സത്യമാണ്. പിന്നീട് ഒരു മടക്കമില്ലല്ലോ, പിന്നീട് ഒരു തിരുത്തിന് സമയമില്ലല്ലോ. അതുകൊണ്ട് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുക. ആ തുലാസിൽ നിങ്ങൾ തന്നെ ഒന്ന് തൂക്കി നോക്കുക. ഓരോരുത്തരും അവനവന്റെ വിശ്വാസത്തെ, അവനവന്റെ കർമ്മങ്ങളെ, അവനവന്റെ ദിനരാത്രങ്ങളെ, അവനവന്റെ ആയുസിന്റെ കഷ്ണങ്ങളെ കവി പാടിയതുപോലെ മിനിറ്റുകളും നിമിഷങ്ങളും നിമിഷാർത്ഥങ്ങളുമായിക്കൊണ്ട് അതാ നമ്മുടെ ആയുസ്സങ്ങ് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം നമ്മോട് പറയുന്നത് തന്നെയാണ്, മനുഷ്യ, നിന്റെ ആയുസ്സിതാ മിനിറ്റുകളും സമയങ്ങളിതാ സെക്കൻഡുകളുമായിക്കൊണ്ട് നിന്റെ ആയുസ് കൊഴിഞ്ഞു പോവുകയാണോ? ഈ രൂപത്തിൽ നമ്മുടെ ഹൃദയം പോലും, ആ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം പോലും നമുക്ക് വാണിംഗ് നൽകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഇരവുകളും പകലുകളും ആലോചിച്ചു നോക്കൂ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് എത്ര വർഷം നമ്മൾ ജീവിച്ചു ദുനിയാവിൽ? നമുക്ക് എത്ര വയസ്സായി? ഈ ഓരോ ദിവസങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു നൽകിയതല്ലാതെ എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക്, സ്വന്തം ശരീരത്തിലേക്ക് മാത്രം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. നമ്മുടെ ഈ ശരീരത്തിന്റെ രൂപം, ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു, കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, അതുപോലെ തന്നെ നാം നടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, സംസാരിക്കുന്ന നാവ് റബ്ബ് നൽകിയ അനുഗ്രഹമല്ലേ? കേൾക്കുന്ന കാത് അല്ലാഹു നൽകിയ അനുഗ്രഹമല്ലേ? നാം അതാ ജീവിക്കുന്ന നമ്മുടെ വീടുണ്ടല്ലോ, മസ്കനെന്നാണ്, സമാധാനത്തിന്റെ ഗേഹമെന്നാണ്. ആ വീട് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമല്ലേ? ഈ രൂപത്തിൽ നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്കൊന്ന് പ്രവേശിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്കൊന്ന് ചവച്ചരക്കാൻ സാധിക്കില്ലെങ്കിൽ എത്രയോ ശയ്യാവലംബികളായ രോഗികളെ നമ്മൾ കാണുന്നുണ്ട്. ഡയാലിസിസ് സെന്ററുകളിൽ ഡയാലിസിസ് ചെയ്യുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. മര്യാദക്കൊന്നും മൂത്രമൊഴിക്കാൻ പോലും സാധിക്കാതെ കഷ്ടപ്പെടുന്ന ആളുകള് ട്യൂബിട്ടുകൊണ്ട്
ആ രൂപത്തിലൊക്കെ വിഷമിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ടോ? ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ആരോഗ്യപരമായ അവസ്ഥകളോ അതുപോലെ തന്നെ പ്രയാസങ്ങളോ ഇത് മുഴുവനും അനുഭവിക്കുന്ന ആളുകൾ നമ്മൾ കാണുമ്പോ വീണ്ടും നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക, എന്റെ റബ്ബ് എനിക്കൊന്നും നൽകിയിട്ടില്ലെന്നോ? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവനും ആസ്വദിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ എല്ലാവിധ അനുഭൂതികളും ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരിക്കലെങ്കിലും നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ, നാം അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരാണോ അതല്ല നന്ദി കേട് ചെയ്യുന്നവരാണോ? അല്ലേ, പലപ്പോഴും നമ്മള് മറ്റുള്ള ആളുകളെ വിലയിരുത്താൻ വളരെ സമർത്ഥരാണ്. ഒരു വഴിയരികിൽ ഇങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഇന്ന ആള് നല്ലവരാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, ഇങ്ങനെ മറ്റൊരാളെ പറ്റി ഇങ്ങനെ അഭിപ്രായം പറയുവാനും കുറ്റപ്പെടുത്തുവാനും ഒക്കെ നാം വളരെ മിടുക്കരാണ്. നമ്മളെ അയൽവാസികളെ പറ്റി നമുക്ക് 100 കാര്യങ്ങൾ പറയാനുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരെ നാം ഇവാലുവേറ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ ദീനുൽ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മളെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യും, എന്റെ വിശ്വാസം, എന്റെ പ്രവർത്തനങ്ങൾ എന്ത്, എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കരസ്ഥമാക്കിയതെന്ത്, അത് റബ്ബിന്റെ തൃപ്തിയാണോ അല്ല റബ്ബിന്റെ കോപമാണോ? പ്രിയപ്പെട്ടവരെ, ഒരു ദിവസമെങ്കിലും നമ്മൾ നമ്മുടെ കിടക്കപ്പായിലേക്ക് ചെല്ലുമ്പോ, നമ്മുടെ ബെഡിലേക്ക് കിടക്കുമ്പോ, ആ ഒരു ദിവസം അന്നേ ദിവസം പുലർന്നത് മുതൽ ഞാൻ ആ ബെഡിലേക്ക് ചെന്നത് വരെയുള്ള ഓരോ സമയവും എത്ര സമയം എന്റെ റബ്ബിന്റെ തൃപ്തിയിലായിട്ടാണ് ഈ ദിവസം ഞാൻ കഴിച്ചു കൂട്ടിയത്, ഞാൻ എത്ര പേരെ വേദനിപ്പിച്ചു, ഏതെല്ലാം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു, എന്തെല്ലാം എന്റെ ജീവിതത്തിൽ വന്നു എന്നൊന്ന് ആലോചിക്കുവാൻ ഒരു വേള നമുക്ക് സമയം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? കണ്ടെത്തേണ്ടതില്ലേ? പ്രിയപ്പെട്ടവരെ, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്തേണ്ടതില്ലേ? നമ്മുടെ ജീവിതത്തിൽ വിശ്വാസപരമായോ കർമ്മപരമായോ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുവാനുള്ള അവസരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ തഖ്വയോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. വസിയത്തല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്, തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചവരുണ്ടോ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചവരതാ നാളെ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടുകയാ. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ. അങ്ങനെ അവരതാ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ, സ്വർഗത്തിന്റെ അടുക്കലേക്ക് അവരങ്ങ് വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അവർക്ക് മുന്നിൽ മലർക്കെ തുറക്കുകയാ. വഖാല ലഹും ഖസനതുഹാ. ആ സ്വർഗത്തിന്റെ പാറാവുകാരായ മലക്കുകളതാ അവരെ വിളിച്ചുകൊണ്ട് പറയുകയാ, സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. വിശുദ്ധിയോടുകൂടെ ജീവിച്ചവരല്ലേ, ദുനിയാവിൽ വിശുദ്ധിയോടുകൂടെ ജീവിച്ചവരല്ലേ നിങ്ങൾ, ഫദ്ഖുലുഹാ ഖാലിദീൻ, എന്നേക്കുമായ സ്വർഗത്തിലേക്ക്, അനശ്വരമായ സ്വർഗീയ അനുഭൂതികളിലേക്ക് നിങ്ങൾക്ക് സുസ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ കവാടങ്ങളിൽ നിന്ന് വിളിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളുണ്ട്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ കാണിച്ച ആളുകളെ ബാബു സ്വലാത്ത് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ കവാടമുണ്ട്. നമസ്കാരക്കാരെ പ്രത്യേകമായി വിളിക്കുന്ന കവാടമാണ്. ആ ബാബു സ്വലാത്തിൽ നിന്നിങ്ങനെ വിളിക്കുകയാ. സദഖകൾ ധാരാളം നൽകിയിരുന്ന, നമ്മുടെ ജീവിതത്തിൽ ധാരാളം കണക്കിന് സദഖയിൽ കേന്ദ്രീകരിച്ച ആളുകൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവരുണ്ടാകും. ഒരു കൈ നൽകുന്നത് മറുകൈ അറിയാത്ത രൂപത്തിലതാ റബ്ബിന്റെ പ്രതിഫലത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിച്ചവരുണ്ടാകും. അതാ ബാബു സദഖയിൽ നിന്ന്, സദഖയുടെ കവാടത്തിൽ നിന്ന് മലക്കുകൾ അവരെ ഇങ്ങനെ വിളിക്കോ, ഈ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ. അതുപോലെ ഓരോ കവാടങ്ങളുണ്ട്. ബാബു റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്. നോമ്പുകാർക്ക് വേണ്ടി പ്രത്യേകമായുള്ള കവാടമാണ്. ആ കവാടത്തിൽ നിന്നതാ നോമ്പുകാരെ പ്രത്യേകമായി ക്ഷണിക്കുകയാ. ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിശദീകരിച്ചു കൊടുക്കുമ്പോ സഹാബാ കിറാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നബിയേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിക്കുകയാണ്, നബിയേ, ഈ 8 കവാടത്തിൽ നിന്നും ക്ഷണിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ നബിയേ? ഈ 8 കവാടത്തിൽ നിന്നും വിളിക്കപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടോ നബിയേ എന്ന് ചോദിക്കുമ്പോ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറുപടി പറയുന്നു, ഓ സിദ്ദീഖേ, താങ്കൾ അപ്രകാരം വിളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുന്നയാളാ. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ നിന്നും താങ്കളെ വിളിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിച്ചു, വുളൂ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല വുളൂ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, പൈപ്പ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ആ വെള്ളം പോകുമ്പോ അതിലേക്ക് ഇങ്ങനെ കയ്യും കാലും നീട്ടിവെക്കുന്ന വുളൂ അല്ല. അങ്ങനത്തെ ഒരു വുളൂ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുമില്ല. വുളൂഇന്റെ അവയവങ്ങൾ കൃത്യമായി തടവാനുള്ളതാണ്. പലപ്പോഴും ആളുകൾ ഇങ്ങനെ കാലിങ്ങനെ പൈപ്പിനടിയിലേക്ക് പിടിക്കുന്നത് കാണാം, കൈ കൊണ്ടൊന്ന് തടവുക പോലും ചെയ്യാറില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വുളൂ ശരിയാകുമോ ഒന്ന് പരിശോധിക്കണം. നമ്മള് കൈകൾ കൊണ്ട് വുളൂഇന്റെ അവയവങ്ങൾ തടവേണ്ടതുപോലെ തടവിക്കൊണ്ട് അഹ്സനൽ വുളൂ എന്ന് പ്രവാചകൻ പഠിപ്പിച്ച വുളൂ ഉണ്ടല്ലോ, ആ ഒരൊറ്റ വുളൂ ചെയ്താൽ നഖത്തിനടിയിലൂടെ നിങ്ങൾ ചെയ്ത പാപങ്ങൾ അതാ വെള്ളത്തോടൊപ്പം പുറത്തേക്ക് അങ്ങ് നിർഗളിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വുളൂ. ആ രൂപത്തിൽ വുളൂ ചെയ്തുകൊണ്ട് ആരെങ്കിലും വുളൂഇന് ശേഷമുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ നിന്നും അയാളെ ക്ഷണിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ധാരാളം സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഹയാത്താക്കിക്കൊണ്ട് നാളേക്ക് വേണ്ടി ഒരുങ്ങുവാൻ നാം സജ്ജരാവണം എന്നുള്ളതാണ്. അതിലെ ഏറ്റവും ഒന്നാമത്തെ ഒരുക്കം ഏതാണ്? നമ്മുടെ പരലോകത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ വിശ്വാസം, നമ്മുടെ അഖീദയാണ്. ആ വിശ്വാസം ശരിയായെങ്കിൽ മാത്രമാണ് പിന്നീടുള്ള നമ്മുടെ ഏത് കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആൻ എടുത്തു കൊടുക്കുമ്പോൾ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? വഇദ് ഖാല ലുഖ്മാനു ലിഇബ്നിഹി വഹുവ യഇദു. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് സതുപദേശം നടത്തുന്ന വേളയിൽ മകനെ വിളിക്കുന്ന പ്രയോഗം പോലും നമ്മൾ മനസ്സിലാക്കണം. യാ ബുനയ്യ, യാ ബുനയ്യ എന്നാണ് വിളിക്കുന്നത്. മകനെ എന്ന് മാത്രമല്ല, പൊന്നു മോനെ എന്ന് വാത്സല്യത്തോടെ വിളിച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് കേട്ടോ. ഇന്ന ശിർക ലദുൽമുൻ അദീം, നിശ്ചയമായും ശിർക്ക് എന്ന് പറയുന്നത് അത് കൊടിയ അക്രമമാകുന്നു. അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത്, അല്ലാഹുവിന് സമന്മാരെ വെക്കുക എന്നുള്ളത്, അല്ലാഹുവിനോട് തേടുന്ന പോലെ മറ്റാരെങ്കിലും വിളിച്ചുകൊണ്ട് തേടുക, സഹായം ചോദിക്കുക, ഇത് ഗൗരവകരമാണ്, ഏറ്റവും വലിയ അക്രമമാണ് മോനെ എന്ന് മകനെ വിളിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടെ പഠിപ്പിക്കുകയാ. എന്റെ ശബ്ദം ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉപ്പമാരെ, അമ്മമാരെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം ഇതുപോലെ സ്നേഹത്തോടുകൂടെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ മക്കളോട് പഠിപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും തന്നെ ഉപ്പാന്റെ കുട്ടി, ഉമ്മാന്റെ കുട്ടി ജീവിതത്തിൽ അല്ലാഹുവിന്റെ പുറമെ മറ്റൊരാളോടും തന്നെ വിളിച്ചു തേടരുതെന്ന് നമുക്ക് പഠിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ്, നമുക്ക് വലിയ ആത്മവിശ്വാസമാണ്. നമ്മൾ വലിയ മഹല്ലിലാണ്, നമ്മള് മുജാഹിദ് പ്രസ്ഥാനം കാലങ്ങളായി വേരൂന്നിയ മഹല്ലുകളിൽ താമസിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്കിനി തൗഹീദിലൊന്നും കോട്ടം പറ്റുകയില്ല. നമ്മുടെ അത്രയും തൗഹീദ് അറിയുന്നവർ കേരളക്കരയിൽ വേറെ ആരുമില്ല. ഈ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ, ഇന്ന് നമ്മുടെ സമൂഹങ്ങളിൽ ലിബറൽ പ്രസ്ഥാനങ്ങളിലേക്ക്, സ്വതന്ത്ര ചിന്തകളിലേക്ക്, യുക്തിവാദത്തിലേക്ക്, മതനിരാസത്തിലേക്ക് ക്ഷണിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളെ, സംഘങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നലെ പോലും ഞാൻ ഒരാളോട് സംസാരിച്ചു. ആ ചെറുപ്പക്കാരന്റെ പേര് അസ്ഹർ എന്നാണ്. നല്ല പേരാ. വളരെ കഷ്ടത്തോടുകൂടി ആ ചെറുപ്പക്കാരന്റെ ബന്ധപ്പെട്ട ആളുകൾ ഒന്ന് സംസാരിച്ചതാണ്. ഒന്ന് സംസാരിച്ചപ്പോ അസ്ഹർ പറയുന്നത്, ഞാൻ പരിപൂർണമായും ഒരു അത്തീസ്റ്റാണ്, എനിക്കങ്ങനെ അല്ലാഹുവിൽ വിശ്വാസമില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നടക്കുന്നത് വേറെ എവിടെയില്ല, നമ്മുടെയൊക്കെ മഹല്ലിലാണ്. നമ്മൾ ആത്മവിശ്വാസം വളരെ ഉയർന്ന ആത്മവിശ്വാസം.
നമ്മൾ MBBS പഠിപ്പിക്കുന്നുണ്ട്, MTech പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ധാരാളക്കണക്കിന് ഭൗതികപരമായ വിദ്യാഭ്യാസങ്ങളൊക്കെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. ഒക്കെ വേണം, ഒരു സംശയവുമില്ല. നമ്മുടെ മക്കളെല്ലാം പഠിക്കണം, എല്ലാം പഠിക്കണം. അതേ സമയത്ത് അള്ളാഹുവിനെ അറിയണം. രക്ഷിതാക്കളാണ് ആദ്യമായി മദ്രസയിലെ അധ്യാപകനെക്കാളും, അതല്ലെങ്കിൽ ഒരു പണ്ഡിതനെക്കാളും, അവരെക്കാളൊക്കെ മുന്നേ നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മമാരെ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വളർത്തിയതുപോലെ, അതുപോലെ തന്നെ ചരിത്രത്തിൽ ഖൻസാ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള സഹാബ വനിതകൾ തങ്ങളുടെ മക്കളെ വളർത്തിയതുപോലെ, ഉമ്മമാരുടെ മടിത്തട്ടിൽ കിടന്ന് വളരുമ്പോൾ തന്നെ ബാപ്പമാരുടെ നെഞ്ചകത്ത് കിടന്ന് ഉറങ്ങുന്ന ആ ഒരു പ്രായത്തിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം, അതിന്റെ പൊരുളും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടത്തിലേക്കാണ് ആ മക്കൾ നീങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ, ശിർക്ക് വെച്ചുകൊണ്ട് പുറത്തു പോയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മതനിരാസത്തിലേക്ക്, ദൈവനിഷേധത്തിലേക്ക്, കുഫറിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ദുനിയാവിൽ എന്തുണ്ടായിട്ട് എന്താണ് കാര്യം? അതുകൊണ്ടാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം വളരെ ഗൗരവത്തോടു കൂടി മകനെ അത് പഠിപ്പിച്ചു കൊടുത്തത്. പരിശുദ്ധ ഖുർആൻ നമ്മളെ വളരെ കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, നിശ്ചയമായും ആരാണോ ശിർക്ക് വെക്കുന്നത്, ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവന് ചെന്നു ചേരാനുള്ള സങ്കേതം അത് നരകമാ. വമാലിൽ ളാലിമീന മിൻ അൻസാർ, അക്രമികൾ ഒരു സഹായിയെയും കണ്ടെത്തുന്നതല്ല, അക്രമികൾ ഒരു സഹായിയെയും കണ്ടെത്തുന്നതല്ല. ഏതാണ് ഏറ്റവും വലിയ അക്രമമായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്? ഇന്നശ്ശിർക ലദുൽമുൻ അദീം, നിശ്ചയമായും ശിർക്ക് തന്നെയാകുന്നു ഏറ്റവും വലിയ അക്രമം. അതുകൊണ്ടല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പരിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം എന്താ? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലിതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, താങ്കളുടെ ജീവിതത്തിലാണ് ശിർക്ക് വരുന്നതെങ്കിലോ, താങ്കളുടെ ജീവിതത്തിലാണ് ശിർക്ക് വരുന്നതെങ്കിലോ, ലയഹ്ബതന്ന അമലുക, താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകുന്നതാണോ? താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകുന്നതാണോ? ഒരുപാട് നമസ്കരിച്ച നമസ്കാരക്കാരനാണോ? ഒരുപാട് ദാനം നൽകിയ ധർമ്മിഷ്ഠനാണോ? ഒരുപാട് നോമ്പുകൾ അനുഷ്ഠിച്ചവനാണോ? ഒരുപാട് അമലു സാലിഹാത്തുകൾ ചെയ്തവനാണോ? പക്ഷേ അള്ളാഹുവിനെ വിളിച്ചതിന് പുറമേ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് അതാ മരിച്ചുപോയ മഹത്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. മൊയ്തീൻ ശൈഖേ കാക്കണേ എന്ന് വിളിച്ചുകൊണ്ട് റിഫായി ശൈഖേ കാക്കണേ എന്ന് പറയുന്നവരുണ്ട്. മമ്പുറം തങ്ങളെ കാക്കണേ എന്ന് പറയുന്നവരുണ്ട്. മരിച്ചുപോയ മഹത്തുക്കളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ജിന്നിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. മലക്കുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ രൂപത്തിൽ അതാ ഏലസുകളും ഐക്കല്ലുകളുമായിക്കൊണ്ട് അരയിലും തണ്ടയിലും ഒരു കുഞ്ഞു പിറന്നാൽ പോലും, ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ പോലും അവിടെയും അതാ ശിർക്കും ഖുറാഫാത്തും കൊണ്ട് റബ്ബിൽ പരമേൽപ്പിക്കേണ്ടതിന്റെ പകരമതാ ഊതിയ വെള്ളം കുടിച്ചുകൊണ്ടോ അരയിൽ കെട്ടിയ ചരടുകൊണ്ടോ ഖുർആൻ എഴുതി കെട്ടിയതാണ് എന്ന് പറയുന്നുകൊണ്ട് കൈത്തണ്ടയിലെ ചരടുകൾ കൊണ്ടോ ഈ രൂപത്തിൽ ശിർക്കിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബൈഅത്ത് ചെയ്യാൻ, റസൂലുള്ളാഹിൽ വിശ്വസിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യാൻ കൈ നീട്ടിയ മനുഷ്യനോട് ആ കൈ വലിച്ചു റസൂലുള്ളാഹ്. എന്തേ കാരണം എന്നറിയുമോ? ആ കൈ നീട്ടിയ മനുഷ്യന്റെ കൈത്തണ്ടയിൽ ഒരു കറുത്ത ചരടുണ്ടായിരുന്നു. അത്തമീമത്തു വത്തിവലത്തു ശിർക്കുൻ, ഏലസും മൈക്കല്ലും ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ്. മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഒരു ഏലസ് കെട്ടി തൂക്കിയാൽ അവൻ അല്ലാഹുവിൽ പങ്കു ചേർത്തവനാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നാളെ അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹമിയ, പണിയെടുത്ത് ക്ഷീണിച്ച് ഉറക്കളച്ചിട്ടും പണിയെടുത്തിട്ടും ക്ഷീണിച്ച ആളുകൾ വരും. ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്, പണിയെടുക്കാത്ത പ്രശ്നമൊന്നുമില്ല. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹമിയ, പക്ഷേ ചൂടേറിയ നരകാഗ്നിയിലേക്കാണ് അവർ കൊണ്ടുചെന്നെറിയപ്പെടുക.
എന്തേ കാര്യമെന്നറിയുമോ? അവരുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായില്ല. അതുകൊണ്ട് പഠിക്കണേ, മനസ്സിലാക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇലാഹ ഇല്ലല്ലാഹ് വിശ്വാസത്തിലും കർമ്മത്തിലും ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പൊളിഞ്ഞു പോകുന്നതാ. നിസ്കാരത്തിൽ പോലും നമ്മൾ പറയുന്നത് അതല്ലേ? ഓരോ ദിവസവും നമ്മൾ നമസ്കരിക്കുമ്പോ നമ്മുടെ നമസ്കാരത്തിൽ ഓരോ റക്അത്തിലും നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിന്നുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹുവിനെ ഇങ്ങനെ പുകഴ്ത്തുകയാണല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്ന ഒരു കരാറുണ്ട്, നമ്മൾ പുതുക്കുന്ന ഒരു കരാറുണ്ട്. അതാണ് നമ്മളും അല്ലാഹുവും തമ്മിലുള്ള കരാറ്. ഏതാണ് ആ കരാറ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നഅ്ബുദുക എന്ന് പറഞ്ഞു നിർത്തിയിട്ടില്ല, നസ്തഈനുക എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല. ഇയ്യാക അവിടെയാണ് അടിവരയിടേണ്ടത്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു റബ്ബേ. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു അല്ലാഹ്. ഇത് പറയുമ്പേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹ് തിരിച്ചു നമ്മളോട് പറയുന്നു, ഹദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ. ഇത് നമ്മളങ്ങ് ഓതുമ്പോ ഫാത്തിഹ സൂറത്തിൽ ഈ ആയത്ത് നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ കൈകെട്ടിക്കൊണ്ട് നമസ്കാരത്തിൽ അങ്ങ് പാരായണം ചെയ്യുമ്പോ നമ്മൾ കേൾക്കുന്നില്ല. പക്ഷേ റബ്ബ് നമ്മളോട് തിരിച്ചു പറയുന്നു, ഹദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ. ഇതാകുന്നു ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറ്. ഇനി എന്റെ അടിമ എന്ത് ചോദിച്ചാലും ഞാൻ അവനതാ ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് ചോദിച്ചോ എന്ന് അല്ലാഹ് പറയുമ്പോഴാണ് അടുത്ത ആയത്ത് നമ്മൾ ഓതുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചോനെ നേരായ വഴിയിലേക്ക് ഞങ്ങളെ വഴി ചേർക്കണേ അല്ലാഹ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗ്ഗത്തിൽ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ. പടച്ചവനെ നിന്റെ കോപത്തിന് വിധേയരായവരുടെ വഴിയിലല്ല, വഴിപിഴച്ചു പോയവരുടെ മാർഗത്തിലുമല്ല. ഏറ്റവും അധികം അനുഗ്രഹം ചൊരിഞ്ഞ ആളുകളുണ്ട്. നബിമാരുണ്ട്, സിദ്ദീഖീങ്ങളുണ്ട്, ശുഹദാക്കളുണ്ട്, സാലിഹീങ്ങളുണ്ട്. അവരുടെ വഴിയിലേക്ക് ഞങ്ങളെയും വഴി ചേർക്കണേ അല്ലാഹ്. ഇത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അല്ലാഹ് പറയുകയാണ്, വലി അബ്ദീ മാ സഅൽ. എന്റെ അടിമക്കവന് ചോദിച്ചത് ഞാൻ കൊടുക്കുന്നത്. ഈ രൂപത്തിൽ റബ്ബിനോട് ഓരോ സമയവും നമ്മൾ ഇങ്ങനെ കരാർ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബേ നിന്നെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കൂ, നിന്നോട് മാത്രമേ സഹായം ചോദിക്കൂ. പിന്നെ എങ്ങനെയാണ് വേറൊരാളോട്, നമുക്ക് മരിച്ചുപോയ ഒരാളോടോ അതല്ലെങ്കിൽ നമുക്കറിയാത്ത ഏതെങ്കിലുമൊക്കെ ബീവിമാരോടോ ഭാവമാരോടോ ഒക്കെ അത്ഭുത പ്രവർത്തനങ്ങൾ കാണിക്കുന്നു എന്നതിന്റെ പേരിൽ അവരോട് പ്രാർത്ഥിക്കുവാനോ അവരോട് സഹായം ചോദിക്കുവാനും എങ്ങനെയാണ് ഒരു മുവഹിദിന് സാധിക്കുക? എങ്ങനെയാണ് ഒരു സത്യവിശ്വാസിക്ക് സാധിക്കുക? പ്രിയപ്പെട്ടവരെ, റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. മുഫസ്സിറുകളുടെ നേതാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ വളരെ ചെറുപ്പത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവം, പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വിശദീകരിക്കുകയാണ്. കുൻതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ. ഒരിക്കൽ ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പിറകെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാതി. നിശ്ചയമായും ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം മോനെ, നിനക്ക് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം മോനെ എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാ. ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിയുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. റസൂലുള്ളാഹിക്ക് മകനെ പോലെ തന്നെയാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി പറയുന്നത്, മോനെ നിനക്ക് ചില കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം, നീ അതുപോലെ അനുസരിക്കണം.
എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, യഹ്ഫദില്ലാഹ യഹ്ഫദുക യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. നീ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം മോനെ, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം കേട്ടോ. നീ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതാ. വീണ്ടും അതാ ആവർത്തിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നു, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ നിനക്കതാ അല്ലാഹുവിനെ നിന്റെ കൺമുന്നിൽ കാണാം എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധിയിലും ഒരു പ്രയാസത്തിലും ഒരു ബുദ്ധിമുട്ടിലും നീ കുടുങ്ങിപ്പോയി എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ സഹായം നിന്റെ മുന്നിൽ ഉണ്ടാകുമെന്നാണ്. ഈ രൂപത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും, അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുകയാണോ? അവസാനിപ്പിക്കുന്നില്ല. എന്നിട്ടതാ വീണ്ടും അതിനുള്ള കണ്ടീഷനുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനോട് മാത്രം ചോദിക്കണം കേട്ടോ. നീ ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനോട് മാത്രം ചോദിക്കണം കേട്ടോ. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ സഹായം തേടുന്നുവെങ്കിൽ അല്ലാഹുവിനോട് മാത്രം സഹായം തേടണം കേട്ടോ. വീണ്ടും പഠിപ്പിക്കുന്ന കാര്യം നമ്മുടെ നെഞ്ചകം കൊണ്ട് ഏറ്റെടുക്കണം നമ്മൾ. വഅലം, നീ അറിഞ്ഞോ, അന്നൽ ഉമ്മത ലബിജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക വലബിജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹുഫ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. പലപ്പോഴും പലരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി തെറ്റുകൾ ചെയ്യുമ്പോൾ, പലപ്പോഴും പലരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ പോലും വിട്ടുവീഴ്ച ചെയ്യുമ്പോ, പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ഉപദേശമാണോ, പ്രവാചകൻ പഠിപ്പിക്കുന്ന കാര്യമാണോ? വഅലം, മോനെ, നീ അറിഞ്ഞോ, അന്നൽ ഉമ്മത ലബിജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും, ഈ ഉമ്മത്ത് മുഴുവനും ഒരുമിച്ചുകൂടി. എന്തിനാണ് അവർ ഒരുമിച്ചുകൂടിയത്? നിനക്കൊരു ഉപകാരം ചെയ്യാൻ, നിന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, നിനക്കൊരു നഫ്അ് ഉണ്ടാക്കി തരാൻ. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടിയാലും ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. അല്ലാഹു നിനക്ക് എഴുതി വെച്ചിട്ടില്ലാത്ത ഒരു നന്മയും നിനക്ക് കൊണ്ടുവരുവാൻ, ഒരു ഉപകാരവും നിനക്ക് വരുത്തുവാൻ ഈ ദുനിയാവിലുള്ള ഒരു മഖ്ലൂക്കിനും തന്നെ സാധ്യമല്ല. വലബിജ്തമഉ. ഇനി ആരെങ്കിലും നിന്നെ ദ്രോഹിക്കുമെന്ന് ഭയന്നിട്ടാണോ? ആരെങ്കിലും നിന്റെ ഏതെങ്കിലും രൂപത്തിൽ നിന്നെ പ്രയാസപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടാണോ നിന്റെ വിശ്വാസത്തിന്റെ കാര്യത്തിലും നിന്റെ പ്രവർത്തനത്തിന്റെ കാര്യത്തിലും നീ വ്യതിചലനം വരുത്തിയതെങ്കിൽ അറിഞ്ഞുകൊള്ളുക. വലബിജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. അവരെല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തി നിന്നെ അങ്ങ് തീർത്തു കളയാൻ, നിനക്കൊരു പ്രയാസം ബാധിപ്പിച്ചു കളയാൻ. അങ്ങനെ ഒരുപാട് ആളുകൾ ഒന്നിച്ചുകൂടി നിനക്കെതിരെ പ്ലാൻ ചെയ്താലും ഗൂഢാലോചന നടത്തിയാലും ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. അല്ലാഹു നിനക്ക് എഴുതി വച്ചിട്ടില്ലാത്ത ഒരു ഉപദ്രവവും ഏൽപ്പിക്കാൻ അവർക്കാർക്കും തന്നെ സാധ്യമല്ല കേട്ടോ. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹുഫ്. നിന്റെ കാര്യങ്ങൾ എഴുതപ്പെട്ട പേന അത് ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. നിന്റെ കാര്യങ്ങൾ എഴുതപ്പെട്ട സുഹുഫുകൾ, ആ പേജുകൾ, അത് ഉണങ്ങിയതിന്റെ മഷി ഉണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നിന്റെ പേരിലും ഭയം വേണ്ട. ആരൊക്കെ ഭയപ്പെടുത്തിയാലും, ഈ ദുനിയാവിലെ ഏത് ഫാഷിസ്റ്റുകൾ ഭയപ്പെടുത്തിയാലും, ഏതെല്ലാം രൂപത്തിൽ തന്റെ അക്രമങ്ങൾ അഴിച്ചുവിട്ടാലും ശരി, ഏതെല്ലാം രൂപത്തിൽ നാടിങ്ങനെ സഞ്ചരിച്ചാലും ശരി, ഉള്ളിലൊരു ഭയത്തിന്റെ ലാഞ്ചനയുണ്ടോ? വേണ്ട, ആ ഭയം നമുക്കുള്ളതല്ല. അൻതുമുൽ അഅ്ലൂൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങളാകുന്നു ഉന്നതർ, നിങ്ങളാകുന്നു ഔന്നിത്യത്തിന്റെ ഉടമസ്ഥരെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ, പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ചില ആളുകൾ പറഞ്ഞു, സത്യനിഷേധികളായ ആളുകൾ നിങ്ങൾക്കെതിരിൽ ആയുധം കോപ്പ് കൂട്ടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക.
അത് കേട്ടപ്പോ സത്യവിശ്വാസികളുടെ ഈമാൻ വർദ്ധിക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കുമ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തില്, അതുപോലെ തന്നെ സ്വഹാബ കിറാമിന്റെ ജീവിതത്തില് ഈ ലോകത്തേക്ക് തൗഹീദ് പഠിപ്പിക്കുവാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം പഠിപ്പിക്കുവാൻ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരാണ് കടന്നു വന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് വന്ന് പഠിപ്പിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന സന്ദേശമാണ്. ഈ സന്ദേശം സ്വീകരിച്ചപ്പോഴാണ് അക്രമങ്ങൾ ഉണ്ടായത്. ഈ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടപ്പോഴാണ് കളിയാക്കലുകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കൂക്കിവിളികളും അവർ കേൾക്കേണ്ടി വന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ നിങ്ങൾ പരിശോധിക്കുക. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ഇറങ്ങിയപ്പോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ അവതരിച്ച് അവസാനം പരസ്യ പ്രബോധനത്തിലുള്ള ആഹ്വാനമുണ്ടായി. വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിന്നോട് ഏറ്റവും അടുത്ത ആളുകൾക്ക് റസൂലേ താങ്കൾ താക്കീത് ചെയ്യുക. സഫാ മലയുടെ കുന്നിന്റെ മുകളിൽ കയറിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തെ മുഴുവനും ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം പഠിപ്പിക്കുമ്പോഴാണ് അബൂ ലഹബ് ചാടി എണീറ്റുകൊണ്ട് പറഞ്ഞത്, തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം എന്ന് വിളിച്ചു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അൽ അമീൻ, വിശ്വസ്തൻ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മജ്നൂൻ എന്ന് വിളിച്ചു, ഭ്രാന്തൻ എന്ന് വിളിച്ചു, സാഹിർ എന്ന് വിളിച്ചു. ഈ രൂപത്തിൽ ആക്ഷേപങ്ങളും അതുപോലെ തന്നെ തെറിപ്രയോഗങ്ങളും ഉണ്ടായി. ഈ രൂപത്തിൽ ഓരോ ഘട്ടങ്ങളിലും പ്രവാചകന്മാർ അനുഭവിച്ച ത്യാഗങ്ങളോ, ആ ത്യാഗങ്ങൾ മുഴുവനും അനുഭവിച്ചപ്പോഴോ അവരുടെ ഈമാൻ അചഞ്ചലമായിരുന്നു. തങ്ങളുടെ റബ്ബിൽ മാത്രം തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും, ഏത് പ്രയാസത്തിന്റെ ഘട്ടത്തിലും, പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും അല്ലാഹുവിൽ മാത്രം തവക്കുൽ ചെയ്ത് ജീവിച്ചുകൊണ്ട് ഈ ലോകത്ത് പ്രബോധനത്തിന്റെ ഏറ്റവും വലിയ മാതൃകകൾ തീർത്തവരാ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മളൊക്കെ അഭിമാനത്തോടു കൂടി പറയുന്നവരാണ്, ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണെന്ന് അവകാശപ്പെടുന്നവരാ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുമ്പോ ആരോട് ആദ്യമായി ക്ഷണിക്കുന്നതെന്ന് അറിയുമോ? വിഗ്രഹങ്ങളെ നിർമ്മിക്കുകയും ആ വിഗ്രഹങ്ങളോട് ആരാധന നടത്തുകയും വിഗ്രഹങ്ങളെ കച്ചവടം ചെയ്യുകയും ചെയ്തിരുന്ന സ്വന്തം പിതാവ്, സ്വന്തം ബാപ്പയോടാണ് പ്രബോധനം ചെയ്യുന്നത്. ആസറായ പിതാവിനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. സൂര്യനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന സമൂഹത്തെ, ചന്ദ്രനെയും താരാപഥങ്ങളെയും വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന സമൂഹത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. നമ്രൂദ് എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഫാഷിസ്റ്റുകളിൽ ഒരാൾ, ആ നമ്രൂദ് എന്ന് പറയുന്ന കിരാതനായ ഭരണാധികാരിയുടെ മുന്നിൽ യാതൊരുവിധ ഭയവുമില്ലാതെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ചരിത്രത്തിൽ നമുക്കറിയാം, ആ ഇബ്രാഹിം നബിയെ കത്തിക്കുവാൻ വേണ്ടി ഒരു തീക്കുണ്ടാരം ഒരുക്കുകയാണോ? തൗഹീദ് മാത്രം പറഞ്ഞ ഇബ്രാഹിം നബിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞതിന്റെ പേരിലാണ് ഒരു തീക്കുണ്ടാരം ഒരുക്കുന്നത്. ആ തീക്കുണ്ടാരത്തെ പറ്റി മുഫസ്സിറുകൾ പരിചയപ്പെടുത്തുന്നത് വലിയൊരു തീക്കുണ്ടാരം. ആ തീക്കുണ്ടാരം ആളിക്കത്തിക്കുന്നതിനും ഇബ്രാഹിം നബിയെ കരിക്കുന്നതിനും അക്കാലഘട്ടത്തിലെ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ വിറക് കെട്ടുകൾ നേർച്ച നേരുകയാണ്. ഞങ്ങളുടെ വിഗ്രഹങ്ങളൊക്കെ തള്ളിപ്പറഞ്ഞ ഇബ്രാഹിമിനെ കത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ വക ഒരു കെട്ട് വിറക്. ഈ രൂപത്തിൽ വിറക് കെട്ടുകൾ നേർച്ച നേരുകയാണ് ഇബ്രാഹിം നബിയെ കത്തിച്ചു കളയുന്നതിന് വേണ്ടി. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ തീയിലേക്ക് എറിയുകയാണ്. ആ തീ ആളി കത്തിക്കുമ്പോ അതിന്റെ മുകളിലൂടെ ഒരു പറവ പറന്നുപോയാൽ കരിഞ്ഞു വീഴുമാറ് അതിശക്തമായ തീക്കുണ്ടാരം. പ്രിയപ്പെട്ടവരെ, ഇത് വർണ്ണനയ്ക്ക് വേണ്ടി പറയുന്നതല്ല. പ്രവാചകന്മാരെ കുറിച്ചുള്ള ഹദീസുകൾ വരുന്നിടത്ത് നമുക്ക് കാണാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ് നാളെ പരലോകത്ത് ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത്. ഹദീസിൽ അതിന്റെ കൃത്യമായ വിശദീകരണത്തിൽ നമുക്ക് കാണാം, ഈ ലോകത്ത് തൗഹീദിന്റെ പേരിൽ വിവസ്ത്രനാക്കപ്പെട്ട ഇബ്രാഹിം നബി നാളെ സ്വർഗത്തിൽ വെച്ച് ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെട്ടുകൊണ്ട് ആദരിക്കപ്പെടുകയാണ്. വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് ആ തീക്കുണ്ടാരത്തിനടുത്തേക്ക് നടന്നു ചെല്ലാൻ പോലും കഴിയാത്ത ചൂട്
അതുകൊണ്ട് ഒരു അമ്പിൽ കൊരുത്തുകൊണ്ട് എയ്തു വിടുകയാണ് ഇബ്രാഹിം നബി. ഒരു അമ്പിൽ കൊരുത്ത് കെട്ടിവെച്ചുകൊണ്ട് ആ തീക്കുണ്ടാരത്തിലേക്ക് എയ്തു വിടുകയാണ്. നിമിഷങ്ങളും നിമിഷാർത്ഥങ്ങളും മാത്രമാണ് ആ കത്തിയാളുന്ന ആ ഒരു തീയിലേക്കുള്ള ദൂരം. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഇബ്രാഹിം നബി നമുക്ക് കാണിച്ചു തന്ന തൗഹീദിന്റെയും തവക്കുലിന്റെയും ഒരു മാതൃകയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോ, കല്യാണം കഴിഞ്ഞു 4-5 കൊല്ലങ്ങളായി കുട്ടികളില്ല, അത്രയും കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു നടന്നിരുന്ന ആളുകൾ, മുവഹിദുകളുടെ കുടുംബത്തിൽ ജീവിച്ച ആളുകൾ കുഞ്ഞില്ലാതെ പ്രയാസപ്പെടുമ്പോ അയലോക്കത്തുന്ന ഒരാൾ പറഞ്ഞു, ഇന്നാലിന്റെ സ്ഥലത്തൊരു സഖാഫി ഉണ്ട്, ഒരു മൊയ്ലിയാരുണ്ട്, അയാളൊരു വയൽ നടത്തുമ്പോ ഒരു വെള്ളം കിട്ടും, ആ വെള്ളം നൂതി കുടിച്ചാൽ മതി, കുട്ടി ഉണ്ടാവും. അങ്ങനൊന്നും വിശ്വാസമല്ല, എന്നാലൊന്ന് പോയി നോക്കുക. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് എങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ പോലും നമ്മൾ പതറുകയാണ്. ക്ഷമിക്കുവാനും അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുവാനും നമുക്ക് സാധിക്കുന്നില്ല. അവിടെയാണ് ഇബ്രാഹിം നബിയുടെ മാതൃക നമ്മുടെ മുന്നിൽ ഇങ്ങനെ അല്ലാഹ് ഇട്ടു തരുന്നത്. തീക്കുണ്ടാരത്തിന് മുന്നിലേക്ക് ഇബ്രാഹിം നബി എയ്തു വിടുമ്പോ ആ തീയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാണ്, ഇബ്രാഹിം, ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? അനുവദിക്കപ്പെട്ടത് പ്രവാചകന്മാരുടെ അടുക്കലേക്ക് മലക്കുകൾ വരുന്നത് സ്വാഭാവികമാണ്, അവരുടെ മുഅ്ജിസത്താണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ തീക്കുണ്ടാരത്തിന് മുന്നിൽ പോലും മലക്കിനോട് പറഞ്ഞ ആ ഒരു വാക്ക് പലപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ചില ആളുകൾക്ക് സ്റ്റിക്കർ ഒട്ടിക്കാറുണ്ട്. ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ. ഇബ്രാഹിം നബിയുടെ വാക്കുകളാണത്. ഇബ്രാഹിം നബി ആ കത്തിയാളുന്ന തീയുടെ മുന്നിൽ വെച്ച് മലക്കിനോട് പോലും പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിലാണ് തീയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, വനിഅമൽ വകീൽ, എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും പോന്നവനവനാ, അതുകൊണ്ട് എനിക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിക്കുകയാ. ആ തീയിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പോ ആ തവക്കുലിന്റെയും തൗഹീദിന്റെയും അനിതര സാധാരണമായ മാതൃക തീർത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല തീയുടെ പ്രകൃതം നൽകിയ റബ്ബ് ആ തീയിനോട് കൽപ്പിക്കുകയാണ്, യാ നാറു കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഓ തീയേ, നീ ഇബ്രാഹിമിന്റെ തണുപ്പാവുക, തീയേ നീ ഇബ്രാഹിമിന്റെ സമാധാനമാവുക. തീയിന്റെ പ്രകൃതമല്ല തണുപ്പ്, തീയിന്റെ പ്രകൃതമല്ല സമാധാനം, തീ കരിക്കാനുള്ളതാണോ? എന്നാൽ ആ തീക്കതിന്റെ പ്രകൃതം നൽകിയ അള്ളാഹുവാണ് തീയിനോട് കൽപ്പിക്കുന്നത്, തീയെ നീ ഇബ്രാഹിമിന്റെ തണുപ്പ് നൽകുക. ഇബ്രാഹിം നബി ഒരു രോമകൂപം പോലും കരിയാതെ ആ തീയിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സഹായമാണോ? അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യാത്ര പറഞ്ഞു പോകുമ്പോ, ഹിജറ പോകുമ്പോ, അതാ സൗർ ഗുഹയിൽ അഭയം പ്രാപിക്കുന്ന ഒരു രംഗമുണ്ട്. തന്റെ കൂടെ സിദ്ദീഖുൽ അക്ബർ ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനും മാത്രമായിക്കൊണ്ട് ആ സൗർ ഗുഹയിൽ ഇരിക്കുമ്പോ ആ സൗറിന്റെ തൊട്ട് മുന്നിൽ വരെ പടയാളികൾ എത്തുന്ന സന്ദർഭമുണ്ട്. മുഹമ്മദ് നബിയെ കൊന്നുകളയാൻ വേണ്ടി ഖുറൈശി പടയാളികൾ ഇങ്ങനെ റോന്തു ചുറ്റുമ്പോ സൗർ ഗുഹയുടെ മുന്നിൽ പോലും അവർ എത്തി. അവരിങ്ങനെ ഗുഹയിൽ നിന്ന് നോക്കുമ്പോ റസൂലിനും സിദ്ദീഖുൽ അക്ബറിനും അവരുടെ പാദുകങ്ങൾ ഇങ്ങനെ കാണാം, അവരുടെ കാൽപാദങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റുന്ന അവസ്ഥയിൽ സൗർ ഗുഹയുടെ മുന്നിൽ അവർ എത്തിയാൽ ആ ഒരു സന്ദർഭമുണ്ട്. അവരൊന്ന് കുനിഞ്ഞാൽ മതി, റസൂലിനെ കാണും. ആ സന്ദർഭത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വല്ലാതെ ബേജാറായ സന്ദർഭത്തിൽ പ്രവാചകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, മാ ളന്നുക യാ അബൂബക്കർ ബിഇസ്നീൻ വല്ലാഹു സാലിസുഹുമാ. മൂന്നാമതായി അല്ലാഹുവുള്ള ഈ രണ്ടാളുകളെ പറ്റി അബൂബക്കറെ താങ്കൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുന്ന റസൂലുള്ളാഹ് അത്രമാത്രം ഏത് പ്രതിസന്ധിയുടെ മുന്നിലും ഏത് പ്രയാസത്തിന്റെ മുന്നിലും അല്ലാഹ് കൂടെയുണ്ട് എന്ന വിശ്വാസമാണോ? ആ വിശ്വാസത്തിന്റെ പേരിൽ അങ്ങ് ഉറച്ചു നിൽക്കുകയാണ്. അവിടെ എന്ത് സംഭവിച്ചാലും നമുക്ക് പ്രതിഫലമുണ്ട്. ആക്രമിക്കപ്പെട്ടേക്കാം, കൊല്ലപ്പെട്ടേക്കാം. കൊല്ലപ്പെട്ട പ്രവാചകന്മാരുണ്ട്. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രബോധിത സമൂഹത്തിന്റെ കൈകളാൽ കൊല്ലപ്പെട്ട നബിയാണ്.
ആ രൂപത്തിൽ ഏത് പ്രയാസങ്ങൾ സംഭവിച്ചാലും ക്ഷമിച്ചുകൊണ്ട് റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാകുന്നു സന്തോഷ വാർത്തയുള്ളത്. ജീവിതത്തിന്റെ ഏത് രംഗങ്ങളിലും പ്രയാസങ്ങൾ സംഭവിച്ചേക്കാം, ക്ഷമയോടുകൂടെ റബ്ബിൽ അർപ്പിച്ചുകൊണ്ട് അവരെ മാത്രം വിളിച്ചു തേടിക്കൊണ്ട് മുന്നോട്ട് പോവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ട് സ്വഹാബത്ത് വന്നുകൊണ്ട് തങ്ങളുടെ കുപ്പായങ്ങൾ പൊന്തിച്ച് കാണിച്ച് തങ്ങളുടെ പിറകുവശം കാണിച്ചു കൊടുത്തിട്ട് തീപ്പൊള്ളലേറ്റ ഭാഗങ്ങൾ, ഇരുമ്പ് കൊണ്ട് പഴുപ്പിച്ചു വെച്ച ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് നബിയേ എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം ഞങ്ങൾക്കുണ്ടാവുക നബിയേ, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക നബിയേ എന്ന് ചോദിക്കുന്ന ഘട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്ത ആയത്തുകളുണ്ട്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. വെറുതെ സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് കടന്നു ചെല്ലാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ അനുഭവിച്ചതുപോലെയുള്ള ത്യാഗങ്ങളൊന്നും അനുഭവിക്കാതെ, ജിഹാദ് ചെയ്യാതെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണത് ചെയ്യുന്നതെന്ന് റബ്ബ് പരീക്ഷിച്ചറിയാതെ, നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമിക്കുന്നതാരാണെന്ന് അള്ളാഹ് പരിശോധിച്ചിട്ടല്ലാതെ വെറുതെ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു ചെല്ലാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യമുണ്ട്. എന്നിട്ട് പ്രവാചകൻ വിശദീകരിക്കുകയാണ്, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ഈ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് അവരെ അസ്ഥിപഞ്ജരങ്ങളാക്കി മാംസം ഇങ്ങനെ ചീകിക്കളഞ്ഞപ്പോഴും അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിട്ടുകൊണ്ട് മാറിയിട്ടില്ല. അവരെ കൊന്നുകളഞ്ഞപ്പോഴും അവര് മാറിയിട്ടില്ല. അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നവരാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഈ ഒരു വിശ്വാസം നല്ല പ്രിയപ്പെട്ടവരെ, ഇതാണ് നാളേക്കുള്ള ഏറ്റവും വലിയ ഒരുക്കം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ മനസ്സിൽ കയറണം. ഈ ഒരു തവക്കുൽ നമ്മുടെ മനസ്സിൽ കയറണം. ഇത് കയറിയെങ്കിൽ മാത്രമാണ് നമ്മുടെ ബാക്കിയുള്ള എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. അല്ലേ? എപ്പോ വേണമെങ്കിലും ഇവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ പറയാണ്, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബയ്യ, എന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു ഉമറേ കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, നീ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെ ജീവിക്കുക, ഒരു വഴിയാത്രക്കാരനെ പോലെ നീ ജീവിക്കുക. എന്തേ അപരിചിതനെ പോലെ ജീവിക്കണമെന്ന് പറയാൻ, എന്തേ വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണമെന്ന് പറയാൻ? കാരണം അറബികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടറിയാം, മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്യുമ്പോ ആ യാത്ര ഒരുപക്ഷെ അവസാനത്തെ യാത്രയാവാം. അതുകൊണ്ട് യാത്രക്കാവശ്യമായ പാഥേയം, ഭക്ഷണവും വെള്ളവും തങ്ങളുടെ ഒട്ടകവും അവർ കൂടെ കരുതും. എന്നിട്ട് മാത്രമാണ് ആ മണലാരണ്യത്തിലൂടെ അവർ യാത്ര തിരിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യാത്രക്ക് പോകുമ്പോ എത്രമാത്രം നാം ഒരുങ്ങാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് വിട്ടുകൊണ്ട് നാളെയുടെ ലോകത്തേക്ക്, റബ്ബിന്റെ സവിധത്തിലേക്ക് യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോ എന്താണ് നാം കരുതി വെച്ചിട്ടുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മതസ്സാഅതു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് ലോകാവസാനം നബിയേ, എന്നാണ് ലോകാവസാനം നബിയേ എന്ന് ചോദിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുന്ന ഉത്തരം, മാ അഅദത ലഹാ, അതിനു വേണ്ടി നീ എന്താണ് ഒരുക്കിയിട്ടുള്ളത്, നിന്റെ കൈവശം എന്താണുള്ളതെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുങ്ങണം. ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെ, ഒരു വഴിയാത്രക്കാരനെ പോലെ നീ ജീവിക്കുക ഇബ്നു ഉമറേ. എന്നിട്ടതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ഇദാ അംസൈത ഫലാ തൻതദി സബാഹ്, ഒരു വൈകുന്നേരമായി കഴിഞ്ഞാൽ പ്രഭാതം വരെ ആയുസ്സുണ്ടാകുമെന്ന് നീ വ്യാമോഹിക്കേണ്ടതില്ല. ഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാ, ഒരു പ്രഭാതം നിന്റെ ജീവിതത്തിലേക്ക് വന്നു കിട്ടിയാൽ വൈകുന്നേരം വരെ ആയുസ്സുണ്ടാകുമെന്നും നീ വ്യാമോഹിക്കേണ്ടതില്ല. എപ്പോ വേണമെങ്കിലും ഇവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകേണ്ടി വരും. അതുകൊണ്ട് ഒരുങ്ങിക്കോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലേ? ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തിക്കോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ, 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ 5 കാര്യങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തിക്കോ. ശബാബക ഖബ്ല ഹറമിക,
വാർദ്ധക്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങളുടെ യൗവനത്തെ നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തിക്കോ. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോ. വസിഹ്ഹതക ഖബല സഖമിക, രോഗം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരോഗ്യത്തെ നന്നായി നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോ. വഗിനാക ഖബല ഫഖരിക, ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് അള്ളാഹ് നൽകിയ സമ്പത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് നീ അതിനെ ഉപയോഗപ്പെടുത്തിക്കോ. വഫറാഗക ഖബല ശുഗ്ലിക, തിരക്ക് പിടിച്ച ജോലികൾ നിനക്ക് കടന്നു വരുന്നതിന് മുമ്പ് അള്ളാഹ് നിനക്ക് നൽകുന്ന ഒഴിവ് സമയമുണ്ടല്ലോ, ആ ഒഴിവ് സമയത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ഉപയോഗപ്പെടുത്തിക്കോ. അഞ്ചാമതായി കൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നു വഹയാതക ഖബല മൗതിക, മരണം അത് സത്യമാ, ആ മരണം വരുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെയും നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിക്കോ. ഈ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നവർക്കാണ് പ്രിയപ്പെട്ടവരെ നാളെ അള്ളാഹുവിന്റെ സ്വർഗമുള്ളത്. ഈ രൂപത്തിൽ തഖ്വയോട് കൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ തഖ്വ എവിടെയാ? മുൻഗാമികളായ സ്വഹാബത്തൊക്കെ കടന്നുപോയ ആ സ്വർഗത്തിലേക്കാണ് നമുക്കും കടന്നു പോവാനുള്ളത്. ആ സ്വഹാബത്തിന്റെ ജീവിതത്തിന്റെ മാതൃകകൾ നാം സ്വീകരിച്ചിട്ടുണ്ടോ? ഒരിക്കലിതാ ഹൻദല റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു സന്ദർഭമുണ്ട്. ഹൻദല റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ സവിധത്തിലേക്ക് ഓടുന്ന ഒരു സന്ദർഭമുണ്ട്. ഹൻദല പറയുന്ന വാക്കുകൾ ഇതാണ്, നാഫഖ ഹൻദല, ഹൻദല മുനാഫിഖായി പോയിരിക്കുന്നു. വേറെ ഒരാളല്ല പറയുന്നത്. ഹൻദല അവിടുന്ന് സ്വന്തത്തെ കുറിച്ച് പറയുകയാണ്, ഈ ഹൻദല മുനാഫിഖായി പോയല്ലോ. അവിടുന്ന് ഇങ്ങനെ കരഞ്ഞു പോയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തടുത്തു നിർത്തുകയാണ്. എന്താണ് ഈ പറയുന്നത് ഹൻദല? നമ്മൾ ഒരുമിച്ചല്ലേ പ്രവാചകന്റെ സദസ്സിലിരിക്കുന്നത്, എന്നിട്ട് എന്തു പറ്റി താങ്കൾക്ക്? താങ്കൾക്ക് എപ്പോഴാണ് നിഫാഖ് സംഭവിച്ചത്? എന്താണ് താങ്കൾ ഇങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിക്കുമ്പോ ഹൻദല റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? പ്രവാചകന്റെ സദസ്സിലിരിക്കുമ്പോ പ്രവാചകൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ മനസ്സിൽ വല്ലാത്ത തഖ്വയും ഈമാനും വരാറുണ്ട്. എന്നാൽ ഭൗതികമായ ജീവിതത്തിലേക്ക് വീണ്ടും പോകുമ്പോ, എന്റെ കച്ചവടത്തിലേക്കും എന്റെ കുടുംബത്തിലേക്കും ഞാൻ തിരിച്ചു പോകുമ്പോ റസൂലിന്റെ മുന്നിലിരിക്കുമ്പോൾ കിട്ടുന്ന അതേ അളവിൽ ഈമാനും തഖ്വയും എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിഫാഖുണ്ട്, ഞാൻ മുനാഫിഖാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കേട്ട് സമാധാനിപ്പിക്കുകയില്ല. ഇതാണോ കാരണം? ഇതാണ് കാരണമെങ്കിൽ നാഫഖ അബൂബക്കർ, അങ്ങനെയാണെങ്കിൽ അബൂബക്കറും ഇതാ മുനാഫിഖാണ്. രണ്ടുപേരും നടക്കുമ്പോ മൂന്നാമനായി കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. അവിടുന്നും ചോദിക്കുന്നു ഇതേ കാര്യം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവർത്തിക്കുകയാണ്, നാഫഖ ഉമർ. അങ്ങനെ മൂന്ന് പേരും കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. റസൂലിനോട് കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന തഖ്വയും ഈമാനും അതേപോലെ തന്നെ നിലനിർത്താൻ ജീവിതത്തിന്റെ സകലമായ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് കഴിയുമായിരുന്നെങ്കിൽ ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് നിങ്ങളെ മുസാഫഹത്ത് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ എന്ന് പറയുന്നത് വല്ലാതെ കൂടുന്ന സന്ദർഭവും അത് കുറഞ്ഞു പോകുന്ന സന്ദർഭവും ഉണ്ടാകും. നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെ വീണ്ടും പ്ലഗ് പോയിന്റിൽ കൊണ്ടുപോയിട്ട് വീണ്ടും നമ്മൾ ചാർജ് ചെയ്യും. അതുപോലെ ഓരോ ജുമാ ഖുത്ബകൾ കേൾക്കുമ്പോഴും ഓരോ ആഴ്ചയും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈമാനും തഖ്വയും പുതുക്കുകയാണ്. ഓരോ വാളുകളും പ്രഭാഷണങ്ങളും ദീനി മജ്ലിസുകളിലേക്കും കടന്നു ചെന്നിരിക്കുമ്പോൾ നമ്മുടെ ഈമാനും തഖ്വയും വീണ്ടും വീണ്ടും അത് കരുത്താർജിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് നാം ഇത് നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് സൂചിപ്പിച്ചതെന്നറിയോ? ഇതൊക്കെ പറഞ്ഞെടുക്കുന്ന ആളുകൾ ആരെന്നറിയോ? ഈ രൂപത്തിൽ ഞങ്ങളൊക്കെ മുനാഫിഖായി എന്ന് പറഞ്ഞ് നടന്നുപോയ ആ ഹൻദലത്ത് ബിൻ അബീ ആമിർ എന്ന് പറയുന്ന മഹാനായ സ്വഹാബി ഹദീസുകളിൽ ഗസീലുൽ മലായിക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണെന്നറിയോ? ഉഹുദിന്റെ രണാങ്കണത്തിലേക്കുള്ള വിളിയാളം വന്നപ്പോ, ഉഹുദ് യുദ്ധത്തിന്റെ രണഭൂമിയിലേക്കുള്ള വിളിയാളം വന്നപ്പോ തന്റെ മണവാട്ടിയുടെ മണവറയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കുതിക്കുന്ന ഹൻദല റളിയല്ലാഹു അൻഹു, ഉഹുദിന്റെ ചരിത്രം നാം പഠിച്ചവരാണ്. ഉഹുദിന്റെ രണഭൂമിയിൽ ഒരുപാട് സ്വഹാബത്തിന്റെ രക്തസാക്ഷിത്വത്തിന് സാക്ഷ്യം വഹിച്ച ഉഹുദിന്റെ മണ്ണാണ്. ആ ഉഹുദിന്റെ രണഭൂമിയിലതാ ഹൻദല റളിയല്ലാഹു അൻഹുവും ഷഹീദായി വീഴുകയാണ്. ഉഹുദിന്റെ ഊഷരമായ ഭൂമിയിൽ മഴ ലഭിച്ചിട്ടില്ല, അവിടെ വെള്ളമില്ല. ആ സന്ദർഭത്തിലതാ
ആ രണഭൂമിയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടക്കുമ്പോ അവിടെ പ്രവാചകനെ കരയിപ്പിച്ച രംഗങ്ങൾ ധാരാളമുണ്ട്. സത്യവിശ്വാസികളുടെ അവർ മരിച്ചതിന് ശേഷം പോലും ബദറിനോടുള്ള പക വീട്ടിയത് കൊണ്ട് അവരെ അംഗഭംഗം ചെയ്തിട്ടുണ്ട്. റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വയറ് പിളർന്നിട്ട് കരള് പുറത്തെടുത്ത് ആ കരള് പോലും ചവച്ച് തുപ്പിയ മണ്ണാണ് ഉഹുദിന്റെ മണ്ണ്. റസൂലുള്ളാഹിയുടെ കൺതടങ്ങളിൽ നിന്ന് കണ്ണുനീര് വാർന്നൊഴുകിയ ഉഹുദിന്റെ മണ്ണ്. അവിടേതാ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചേതനയേറ്റ ശരീരമുണ്ട്. ആരാ മിസ്അബ് റളിയല്ലാഹു അൻഹു? അതാ അദ്ദേഹത്തെ പോലെ വസ്ത്രം ധരിച്ച, അദ്ദേഹത്തെ പോലെ ആഡംബര വിഭൂഷിതനായ ഒരു ചെറുപ്പക്കാരൻ മക്കയിൽ ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിന്റെ രംഗത്തേക്ക് കടന്നു വന്നപ്പോ, ദീനിലേക്ക് കടന്നു വന്നപ്പോ, അൻസാറുകളിലേക്ക്, മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനത്തിന്റെ ദൗത്യവുമായി പറഞ്ഞയച്ചു. ആ രൂപത്തിൽ ത്യാഗം സഹിച്ച ആ മിസ്അബ് റളിയല്ലാഹു അൻഹുവാണ് ഉഹുദിന്റെ രണാങ്കണത്തിൽ കിടക്കുന്നത്. ഉഹുദിന്റെ രണാങ്കണത്തിൽ ഇബ്നു ഖുമൈഅ വെട്ടിയെടുത്ത കൈകളുമായി കൊണ്ട്, ചേതനയേറ്റ അംഗഭംഗം വന്ന ശരീരവുമായി കൊണ്ട്, രക്തത്തിൽ കുളിച്ചുകൊണ്ട് കിടക്കുന്ന മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരമുണ്ട്. ഒരിക്കലും വസ്ത്രം ധരിച്ചാൽ പിന്നീട് ജീവിതത്തിൽ ആ വസ്ത്രം ഇടൂല. അത്രയും വലിയ ആഡംബര വിഭൂഷിതനായിരുന്ന മിസ്അബ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ സ്വഹാബത്ത് റസൂലിനോട് പറഞ്ഞു, റസൂലേ പ്രശ്നമുണ്ട്. മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഒരു തട്ടം മാത്രമേ ഉള്ളൂ. തല മറച്ചാൽ കാല് പുറത്താണ്, കാല് മറച്ചാൽ തല പുറത്താണ്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിസ്അബിന്റെ തലഭാഗം മൂടുക, കാലിന്റെ ഭാഗത്ത് അവിടുത്തെ പുല്ല് പറിച്ചു വെക്കുക. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു വസ്ത്രം ധരിച്ചാൽ പിന്നീട് ആ വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ വസ്ത്രങ്ങൾ മാത്രം ധരിച്ച മിസ്അബ് റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുമ്പോ തല മറച്ചാൽ കാല് മറയുന്നില്ല, കാല് മറച്ചാൽ തല മറയുന്നില്ല. റസൂലുള്ളാഹി കണ്ണിൽ നിന്ന് കണ്ണുനീർ വാർന്നൊഴുകിക്കൊണ്ട് പറഞ്ഞ ഒരായത്തുണ്ട്, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ചില ആൺകുട്ടികളുണ്ട്, അല്ലാഹുവിനോടുള്ള കരാർ പൂർത്തിയാക്കിയവരാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ കണ്ണുനീരൊഴുകുകയാണോ. ആ സന്ദർഭത്തിൽ അതാ സ്വഹാബത്ത് ഇങ്ങനെ കടന്നു വന്നുകൊണ്ട് ഒരു അത്ഭുതം പറയുന്നു, റസൂലേ റസൂലേ ഉഹുദിന്റെ രണഭൂമിയിലതാ ഹൻദല കിടക്കുന്ന ഭാഗത്ത് മാത്രം വെള്ളമുണ്ട്. ഹൻദല റളിയല്ലാഹു അൻഹു കിടക്കുന്ന ഭാഗത്ത് മാത്രം അതാ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. റസൂലേ എന്താണ് കാരണം നബിയേ? വഹീന്റെ അടിസ്ഥാനത്തിൽ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നു, ആകാശഭൂമികൾക്കിടയിൽ വെച്ച് വെള്ളിപ്പാത്രത്തിൽ വെള്ളവുമായി കൊണ്ട് മലക്കുകൾ ഹൻദലയെ കുളിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹദീസുകളിൽ ഗസീലുൽ മലായിക എന്ന പേരിലാണ് ഹൻദല റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത്. ഹൻദലയുടെ വീട്ടിൽ പോയി ഹൻദലയുടെ ഭാര്യയോട് അന്വേഷിച്ചു. തന്റെ കല്യാണം കഴിഞ്ഞു തന്റെ ഭാര്യയുമായി കൊണ്ട് തന്റെ മണവറയിൽ കഴിഞ്ഞുകൂടുമ്പോ ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് കുതിച്ചപ്പോ ജനാപത്തുകാരനായിരുന്നു ഹൻദല റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മലക്കുകളാണ് ഹൻദലയെ കുളിപ്പിച്ചത്. ഒരു രക്തസാക്ഷിയെ കുളിപ്പിക്കാറില്ല, പക്ഷേ അത്ഭുത സംഭവമാണ്, കറാമത്താണ്. ഹൻദല റളിയല്ലാഹു അൻഹുവിനെ അതാ മലക്കുകൾ കുളിപ്പിക്കുന്നു. ആ ഹൻദല റളിയല്ലാഹു അൻഹുവാണ് പറയുന്നത്, നാഫഖ ഹൻദല, ഈ ഹൻദലക്ക് നിഫാഖ് സംഭവിച്ചല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാൻ എവിടെ? ഹൻദലമാരുടെ ഈമാൻ എവിടെ? നമ്മുടെ തത്വ എവിടെ? സ്വഹാബത്തിന്റെ തത്വ എവിടെ എന്ന ചോദ്യമാണ്. പുതുക്കണം നമ്മള്, മാറ്റത്തിന് വിധേയരാവണം നമ്മള്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും അധികം നിസ്സഹായനായി പോകുന്ന സന്ദർഭം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന സന്ദർഭമാ. ഈ ലോകത്ത് ഒരുപാട് സഹായികളുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ, മതസംഘടനകളുടെ, സൗഹൃദ വലയങ്ങളുടെ, കുടുംബ ബന്ധങ്ങളുടെ ഒരുപാട് പിന്തുണകളുണ്ട് നമുക്ക്. നമ്മളൊരു പ്രശ്നത്തിൽ അകപ്പെട്ടാൽ നമ്മളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ വാഖിഅയുടെ അവസാന ഭാഗത്ത് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഖുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. എന്തേ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് വേർപെട്ടു പോകുമ്പോ, റൂഹ് തൊണ്ടക്കുഴിയിൽ
ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോകുമ്പോ മനുഷ്യരെ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ബാപ്പയുടെ 12 മക്കളും ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. പുറത്ത് വലിയ ആഡംബര കാറുകളുണ്ട്, വലിയ സൗധമുണ്ട്, ഒരുപാട് ഡോക്ടർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ബാപ്പ ഇങ്ങനെ മരിക്കാൻ കിടക്കുമ്പോ, റൂഹ് തൊണ്ടക്കുഴിയിൽ ഉണ്ടാകുമ്പോ, ലക്ഷങ്ങളും കോടികളും ഒന്നും ഉപകരിക്കാതെ മക്കളും പരിവാരങ്ങളും കുടുംബങ്ങളും അതാ വാപ്പയിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. അല്ലാഹ് പറയുകയാണ്, നിങ്ങളല്ല ആ മരിക്കാൻ പോകുന്ന ആളുടെ ഏറ്റവും അടുത്തിരുന്നു കൊണ്ട് ഒഴിഞ്ഞു കൊടുക്കുന്ന കെലിമ ചൊല്ലി കൊടുക്കുന്ന നിങ്ങളല്ല അടുത്തവർ, നാമാണ് ആ വ്യക്തിയോട് ഏറ്റവും അടുത്തത് എന്ന് അല്ലാഹ് പറയുകയാണ്. നിങ്ങൾക്ക് ഇനി ഒരു റോളുമില്ല, അല്ലാഹുവാണ് ആ വ്യക്തിയോട് ഏറ്റവും അടുത്തത്. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. അല്ലാഹ് വെല്ലുവിളിക്കുകയാ, വിചാരണയില്ലെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, പ്രതിഫലനാളില്ലെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, പിരിഞ്ഞു പോകുന്ന റൂഹിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഒന്ന് തിരിച്ചു കൊണ്ടുപോവാ. അള്ളാഹുവിന്റെ വെല്ലുവിളി ഇങ്ങനെ നിൽക്കുകയാ, ഒരാൾക്കും തിരിച്ചു കൊണ്ടാൻ കഴിയില്ല. അല്ലേ പ്രിയപ്പെട്ടവരെ, ചരിത്ര വിദ്യാർത്ഥികളൊക്കെ അറിയാം, ചരിത്രത്തിൽ ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് അറിയപ്പെടുന്ന അലക്സാണ്ടർ ചക്രവർത്തി, മാസിഡോണിയയുടെ രാജകുമാരനായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടറിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയ സാമ്രാജ്യം. ഒരു ഭാഗത്ത് സൂര്യൻ ഉദിക്കുമ്പോ മറുഭാഗത്ത് സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാകും. അത്രയും വലിയ പ്രവിശ്യകളുടെ രാജാവായിരുന്ന അലക്സാണ്ടർ, ഒരു രാജ്യം കഴിഞ്ഞാൽ അടുത്ത രാജ്യത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന അലക്സാണ്ടറിന് രോഗം പിടിപെട്ട് അദ്ദേഹം മരണശൈലിയിലാവുകയാണ്. തന്റെ ഈ പടയോട്ടത്തിനിടയിൽ അസുഖബാധിതനായിക്കൊണ്ട് വീഴുന്ന അലക്സാണ്ടർ തന്റെ അമ്മ സ്ഥിരമായി കത്തെഴുതും, മകനെ ഒന്ന് കാണാൻ. അമ്മയെ കാണാൻ പോലും സമയമില്ലാതെ ഭൗതികമായ വിഭവങ്ങൾക്ക് പിന്നാലെ കുതിച്ചുപായുന്ന അലക്സാണ്ടറിനെ, സിംഹാസനങ്ങളിൽ നിന്ന് സിംഹാസനങ്ങളിലേക്ക് കുതിച്ചുപായുന്ന അലക്സാണ്ടർ ഒരു വിശ്വാസിയായിട്ടും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ആ അലക്സാണ്ടർ പോലും തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്. അലക്സാണ്ടറിനെ ചികിത്സിക്കുവാൻ വേണ്ടി അന്നെത്തിയത് ലോകത്തെ ഏറ്റവും മികച്ച ഡോക്ടർമാരാണ്. കാരണം അത്രയും വലിയ ചക്രവർത്തി, അത്രയും വലിയ സമ്പത്ത്, സംവിധാനങ്ങൾ എല്ലാവരും ചികിത്സിച്ച് നോക്കിയതിനു ശേഷം പറഞ്ഞു, ഒരു നിവൃത്തിയില്ല, ഏതാനും ചില ദിവസങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും, അതിനപ്പുറം കിട്ടൂല, യാത്ര കഴിയില്ല, അമ്മയെ കാണാൻ കഴിയില്ല. ഇതൊക്കെ മനസ്സിലാക്കിയപ്പോ തന്റെ ജനറൽസിനെ വിളിച്ചുകൊണ്ട് ചക്രവർത്തി തന്റെ അവസാനത്തെ ചില കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞത് ഇന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. The final advices of Alexander to his generals അടിച്ചു കൊടുത്താൽ കാണാൻ സാധിക്കും. അലക്സാണ്ടർ തന്റെ ജനറൽസിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം. ചക്രവർത്തി പറയുന്ന കാര്യങ്ങളല്ലേ അവർ എഴുതാൻ തുടങ്ങി. പക്ഷേ ചക്രവർത്തി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോ അവർക്ക് സംശയം അടക്കാൻ കഴിഞ്ഞില്ല. അവർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, എന്തിനാണ് ചക്രവർത്തി ഇങ്ങനെ പറയുന്നത്? കാര്യം അലക്സാണ്ടർ പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു: ഞാൻ മരിച്ചാൽ എന്റെ ശവമഞ്ചം ചുമക്കേണ്ടത് എന്നെ ചികിത്സിച്ച ഡോക്ടർമാരാണ്. ഞാൻ മരിച്ചാൽ എന്റെ ശവമഞ്ചത്തിന് പുറത്തേക്ക് എന്റെ 2 കൈകളും ഇങ്ങനെ പുറത്തേക്ക് തൂക്കിയിടണം. ചേർത്തുകൊണ്ട് നിങ്ങൾ കൂട്ടി പൊതിയരുത്, എന്റെ 2 കൈകളും പുറത്തേക്ക് ഇങ്ങനെ തൂക്കിയിടണം, ആളുകൾ കാണണം. പിന്നെ അദ്ദേഹം പറഞ്ഞ വിചിത്രമായ കാര്യം, എന്റെ ശവമഞ്ചം കൊണ്ട് വഹിച്ച് നിങ്ങൾ നടന്നു പോകുമ്പോ ആ പോകുന്ന വഴിത്താരയിൽ എന്റെ സമ്പത്ത് നിങ്ങൾ വിതറണം. ഇത് കേട്ടപ്പോ ജനറൽസ് ചോദിച്ചു, എന്തിനാണ് ചക്രവർത്തി ഇത് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞൊരു തിരിച്ചറിവുണ്ട് പ്രിയപ്പെട്ടവരെ. അദ്ദേഹം പറയാണ്, തന്റെ 30 ചില്ലാനം വയസ്സ് യൗവനത്തിന്റെ തീക്ഷ്ണതയിലാണ് അലക്സാണ്ടർ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുന്നത്. മനസ്സിലാക്കണം, 32-33 വയസ്സ് പ്രായം. ആ പ്രായത്തിലാണ് മരണപ്പെടുന്നത്. അപ്പോഴേക്കും വലിയ സാമ്രാജ്യത്തിന് അധിപനായി മാറിയ അലക്സാണ്ടർ പറഞ്ഞു, ലോകത്തെ ഏറ്റവും മികച്ച ബിഷഗ്വരന്മാർ ചികിത്സിച്ചിട്ടും മരണമാകുന്ന സത്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ അവർക്കാർക്കും സാധിച്ചിട്ടില്ല എന്ന് ലോകം കാണട്ടെ. ഇത്രയും അധികം സമ്പത്ത് ഞാൻ സമ്പാദിച്ചു കൂട്ടിയിട്ടും എന്റെ സമ്പാദ്യങ്ങൾക്ക് എന്റെ അമ്മയെ ഒന്ന് കാണാനുള്ള ഒരു ആയുസ് പോലും ഈ അലക്സാണ്ടറിന് നീട്ടിത്തരാൻ എന്റെ സമ്പത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് ലോകം കാണട്ടെ. എന്റെ വിടർന്ന 2 കൈകളും മനുഷ്യര് കാണട്ടെ. ഇവിടെ നിന്ന് സമ്പാദിച്ചതൊന്നും കൊണ്ടുപോവാതെയാണ് ഞാൻ എന്റെ ശവമഞ്ചവുമായി കടന്നു പോകുന്നതെന്ന് എന്റെ പ്രജകൾ കാണട്ടെ എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ അലക്സാണ്ടർ
വിശ്വാസിയായിട്ടല്ല പ്രിയപ്പെട്ടവർ. ഇതൊരു സത്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അള്ളാന്റെ ചോദ്യമാണ്, എന്തേ നിങ്ങളുടെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വേർപെട്ട് പോകുമ്പോ നോക്കി നിൽക്കാൻ മാത്രമല്ലേ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അള്ളാന്റെ സഹായം വേണമെങ്കിൽ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തശ്തഹി അൻഫുസകും വലകും ഫീഹാ മാ തദ്ഉൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. ഇതാകുന്നു അല്ലാഹുവിന്റെ സമാശ്വാസം. ആരാരും സമാശ്വസിപ്പിക്കാനില്ലാത്ത ആ സന്ദർഭമുണ്ടല്ലോ, ആ കിടന്നുറങ്ങുന്ന കിടപ്പറയിൽ തന്റെ ഭാര്യയുടെ അടുത്ത് കിടന്നിട്ട് പോലും, എന്തിനും നമുക്ക് കൂടെ ഉണ്ടാകുന്ന ഇണതുണകൾ പോലും അറിയാതെ തിരിഞ്ഞു കിടക്കുമ്പോൾ പോലും ആ മരണവേദനകൾ കടന്നു വരുമ്പോ കൈപൊക്കണമെന്ന് തോന്നിയാലും തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറപ്പെടുവിപ്പിക്കണമെന്ന് തോന്നിയാലും ഒന്നിനും സാധിക്കാത്ത ഒരു പ്രയാസം കടന്നു വരുന്ന സന്ദർഭമുണ്ടല്ലോ. യാ ആയിഷ ഇന്നലിൽ മൗതി സക്കറാത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മരണത്തിന്റെ സക്കറാത്ത് കടന്നു വരുമ്പോ പ്രിയപ്പെട്ടവരെ, ആരും സഹായത്തിനില്ല, റബ്ബുണ്ട്. റബ്ബിന്റെ സഹായവുമായി കടന്നു വരുന്ന മലക്കുകളുണ്ട്. മലക്കുകൾ പല രൂപത്തിലാണ് വരിക. ഒരു മനുഷ്യൻ വിശ്വസിച്ച വിശ്വാസവും കർമ്മങ്ങളൊക്കെ റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടോ എന്ന് ആദ്യമായി ഒരു മനുഷ്യൻ എന്ന തിരിച്ചറിയലും. ഇപ്പൊ നമ്മൾ പലതും ചെയ്യുന്നുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ഇത് റബ്ബിന്റെ അടുക്കൽ സ്വീകരിച്ചോ നമുക്ക് എന്താ ഉറപ്പാണ്? ഒരു ഉറപ്പില്ല അല്ലേ? നാളേക്ക് എന്ത് സമ്പാദിച്ചു എന്നൊരാൾക്കും അറിയില്ല. അതുപോലെ തന്നെ എവിടെ വെച്ച് മരണം സംഭവിക്കുന്ന ഒരാൾക്കും അറിയില്ല. നമ്മൾ മരണത്തിന്റെ സന്ദർഭത്തിൽ ആദ്യമായി നമ്മൾ തിരിച്ചറിയും പടച്ചവന്റെ അടുത്ത് എത്തിയോ ഇല്ലേ എന്നുള്ളത്. വരുന്ന മലക്കുകളുടെ രൂപം കൊണ്ട് നമുക്ക് വ്യക്തമാവും. ഹദീസുകൾ നമുക്ക് കാണാം. സൂദൽ വുജൂഹ്, കറുത്ത മുഖമുള്ള മലക്കുകൾ, കയ്യിൽ ദണ്ഡും പിടിച്ചുകൊണ്ട് കടന്നു വരുന്ന മലക്കുകൾ, വളരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുന്ന ആ ആത്മാവിനെ വലിച്ചൂരുന്ന മലക്കുകൾ. ഇങ്ങനെ കാണുമ്പോഴേക്കും ആ ആത്മാവ് ഭയന്നുകൊണ്ട് ഒളിച്ചിരിക്കുന്ന ആ രൂപത്തിൽ പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള മരണം, കുഫാറുകളുടെ ഫാസിഖീങ്ങളുടെ മരണം. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുവഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണത്തിന്റെ സന്ദർഭത്തിൽ കടന്നു വരുന്ന മലക്കുകൾ ബീദൽ വുജൂഹ്, വെളുത്ത മുഖമുള്ള സുന്ദരന്മാരായ സുഗന്ധദ്രവ്യങ്ങളുമായി കൊണ്ട് സമാശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് കടന്നു വരുന്ന മലക്കുകളാണ്. അവരെ കുറിച്ചാണ് സൂറത്ത് ഫുസ്സിലത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ച ആളുകളുണ്ടല്ലോ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ച ആളുകളുണ്ടല്ലോ. കേവലം പ്രഖ്യാപനം മാത്രമല്ല, സുമ്മസ്തഖാമൂ, ആ പ്രഖ്യാപനത്തോട് നേര് പുലർത്തിയവർ, ഇസ്തിഖാമത്തോടുകൂടെ ജീവിച്ചവർ, ശരിയായ വഴിയിലൂടെ നടന്നു പോയവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് അതാ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നു. പേടിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനോട് അവർ പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടതുമില്ല. വഅബ്ശിറൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗത്തെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ സന്തോഷിച്ചോളൂ, നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങളാണ് നിങ്ങളോട് ഏറ്റവും അടുത്ത ആളുകൾ. മലക്കുകൾ വന്നുകൊണ്ട് സന്തോഷ വർത്തമാനം പറയുകയാണ്. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസകും വലക്കും ഫീഹാ മാ തദ്ഉൻ, ആ സ്വർഗ്ഗമുണ്ടല്ലോ, അവിടെ നിങ്ങൾ ചോദിക്കുന്നത് മുഴുവനും അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. അല്ല, നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് മുഴുവനും ആ സ്വർഗ്ഗത്തിലുണ്ട്. നുസുലൻ മിൻ ഗഫൂരിർ റഹീം, പരമകാരുണികനായ പാപങ്ങൾ പൊറുക്കുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരുക്കി വെച്ച വിരുന്ന് സൽക്കാരം അത്രയത്. ഈ രൂപത്തിലുള്ള സന്തോഷ വാർത്ത പ്രിയപ്പെട്ടവരെ, അത് സ്വീകരിക്കണ്ടേ നമുക്ക്? ആ ഒരു സന്തോഷ വാർത്ത നാം സ്വീകരിക്കണമെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ചുകൊണ്ട് തേടുക എന്നുള്ളതാണ്. അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത ഒരു ജീവിതം ജീവിച്ചു തീർക്കുക എന്നുള്ളതാണ്.
ഇതിനു വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തത്. ലക്ഷക്കണക്കിന് വരുന്ന നബിമാര് മുഴുവനും തങ്ങളുടെ പ്രബോധിത സമൂഹത്തിനെ ആ ഒരു സന്ദേശമാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മളും നമ്മുടെ വിശ്വാസത്തെ വിപുലീകരിക്കുക, അല്ലാഹുവിലേക്ക് തിരിയുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നോരോ ദിവസവും പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനത്തോട് നേരും കൂറും പുലർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ മാറ്റി തീർക്കുക, അല്ലാഹുവിലേക്ക് നമ്മുടെ മുഖത്തെ തിരിക്കുക. പ്രവാചകന്മാരും അതുപോലെ തന്നെ സ്വഹാബത്തും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ട് സ്വഹാബത്ത് ഏതൊരു രൂപത്തിലാണോ ജീവിച്ചത്, ആ സ്വഹാബത്തിനെ പിന്തുടർന്നുകൊണ്ട് താബഈങ്ങൾ ഏതൊരു രൂപത്തിലാണോ ജീവിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചല്ലോ സ്വർഗ്ഗത്തിൽ പോകുന്ന വിഭാഗത്തിന്റെ ലക്ഷണം മാ അന അലൈഹി യൗമ വ അസ്ഹാബി. ഇന്ന് ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു വിശ്വാസത്തിലും പ്രവർത്തനങ്ങളിലുമാണോ അതേ വിശ്വാസവും പ്രവർത്തനങ്ങളുമായി ജീവിക്കുന്ന ആളുകളാണ് സ്വർഗത്തിന്റെ ആളുകൾ. അവിടെ ഒരു സംഘടനയുടെ പേരല്ല, ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പേരല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അടയാളമാണ്. എന്റെ വിശ്വാസം, എന്റെ സ്വഹാബത്തിന്റെ വിശ്വാസം, ആ വിശ്വാസം ആര് നെഞ്ചേറ്റുന്നുണ്ടോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് സ്വർഗമുള്ളത്. ക്ഷമയോടുകൂടി ഏത് പരീക്ഷണത്തിന്റെ രംഗത്തിലും നമ്മൾ ഉറച്ചു നിൽക്കാൻ തയ്യാറാവണം പ്രിയപ്പെട്ടവരെ. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. നിശ്ചയമായി നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാ. അല്ലാഹുവിന്റെ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ഖൗഫ് കൊണ്ട്, ഭയം കൊണ്ടുള്ള പരീക്ഷിക്കോ, വിശപ്പ് കൊണ്ടുള്ള പരീക്ഷിക്കോ, അതുപോലെ തന്നെ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് നിങ്ങളുടെ സമ്പത്തിൽ കുറവ് വരുത്തിക്കൊണ്ട്, നിങ്ങളുടെ സ്നേഹജനങ്ങളെ മരിപ്പിച്ചുകൊണ്ട്, ഉമ്മയെയും ഉപ്പയെയും പ്രിയപ്പെട്ട മക്കളെയും മരണപ്പെടുത്തിക്കൊണ്ട്, ഇഷ്ടമുള്ള സൗഹൃദങ്ങളെ ജീവിതത്തിൽ നിന്ന് മരണപ്പെടുത്തിക്കൊണ്ട്, വേർപാടിന്റെ വേദന നൽകിക്കൊണ്ടല്ല നിങ്ങളെ പരീക്ഷിക്കോ, നിങ്ങളുടെ വിഭവങ്ങളിൽ കുറവ് വരുത്തിക്കൊണ്ട് പരീക്ഷിക്കോ. ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങളെല്ലാം കടന്നു വരുമ്പോ വബശ്ശിരിസ് സാബിരീൻ ക്ഷമിക്കുന്നവരുണ്ടോ അവർക്കാകുന്ന സന്തോഷ വാർത്ത, ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷ വാർത്ത. പ്രിയപ്പെട്ടവരെ, ഗസയുടെ ഭൂമിയിൽ നമ്മൾ കണ്ടവരാണ്, ഫലസ്തീനിന്റെ ഭൂമിയിൽ നമ്മൾ കണ്ടവരാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖി ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. ഒരു സമൂഹം അവർ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും, സത്യത്തിന്റെ മാർഗത്തിൽ അവർ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്ന് പ്രവാചകൻ പഠിപ്പിച്ച സമൂഹത്തെക്കുറിച്ച്. ഖുദ്സിന്റെ സമീപ പ്രദേശത്തുകാരാണത്, ബൈത്തുൽ മുഖദ്ദസിന് ചുറ്റുമുള്ള പ്രദേശത്തെ ആളുകളാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ആ ആളുകളുണ്ടല്ലോ, അവരുടെ മാതൃകകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ അവരുടെ ക്ഷമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ 8ഉം 10ഉം ഒക്കെ കുടുംബാംഗങ്ങള് ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ ആളുകളും മരണപ്പെട്ടിട്ട് ഒറ്റക്ക് നിൽക്കുന്ന ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ തന്റെ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവര് മുഴുവനും മരണപ്പെട്ടു പോയി. എന്നിട്ടും ഉറച്ചു നിന്നുകൊണ്ട് പറയാണ് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ. എന്തൊരു ഈമാനാണ്, എന്തൊരു ഈമാനാണ് പ്രിയപ്പെട്ടവരെ. ജീവിതം കൊണ്ട് അല്ലാഹ് നമുക്ക് മിസാലുകളെ കാണിച്ചു തരികയാണ്. നമ്മളെക്കാളും വലിയ തഖ്വയുള്ള, നമ്മളെക്കാളും ഈമാനുള്ള മനുഷ്യന്മാരെ ജീവിച്ചിരിക്കുന്നവരെ നമുക്ക് കാണിച്ചു തരികയാണ്. തന്റെ മക്കളിൽ 4ഉം 5ഉം 6ഉം പേര് മരണപ്പെട്ടിട്ടും അതാ കാലഘട്ടത്തിന്റെ ഹൻസാമാരായിക്കൊണ്ട് ഉമ്മമാര് കടന്നു വന്നിട്ട് അവര് പറയുന്നു അൽഹംദുലില്ലാഹ്. അവരുടെ മക്കള് മരണപ്പെട്ടു പോയപ്പോഴും അവര് അള്ളാഹനെ പഴിക്കുന്നില്ല, നന്ദികേടിന്റെ വാക്കുകൾ പറയുന്നില്ല. കാരണം അവർക്കറിയാം അവരുടെ മക്കൾ പോയത് ആ സ്വർഗത്തിലേക്കാണ്. നാളെ നമുക്കും പോവാനുള്ളത് സ്വർഗത്തിലേക്കാണ്. അള്ള നൽകിയതാണ്, അള്ള തിരിച്ചെടുത്തത് അള്ളാന്റെ പരീക്ഷണമാണെന്ന നിലക്കാണ് ക്ഷമിക്കുന്നത്. ഈ രൂപത്തിലതാ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാത്തിലും ക്ഷമിച്ചാൽ വലിയ പ്രതിഫലമാണ് നമുക്കുള്ളത്. ആ മാതൃകകൾ നമ്മൾ ഇങ്ങനെ കാണുകയാണല്ലേ. 5 വയസ്സുകാരൻ 3 വയസ്സുകാരൻ ഇങ്ങനെ രക്തത്തിൽ കുളിച്ചു കിടക്കുമ്പോ അവനിങ്ങനെ കെലിമ ചൊല്ലി കൊടുക്കുകയാണ്. 5 വയസ്സുള്ള സഹോദരൻ 3 വയസ്സുകാരന് കെലിമ ചൊല്ലി കൊടുക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഏതെങ്കിലും ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കണതല്ല, കൺമുന്നിൽ നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. എവിടെ നിന്നാണ് ഈമാൻ അവർക്ക് ലഭിച്ചത്? പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന ഈ ഒരു ഈമാൻ ഉണ്ടല്ലോ, ഈ ഒരു ദീനുണ്ടല്ലോ, ഈ ദീനാണ് മരിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുക. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. മരിച്ചാൽ അവന്റെ അമലൊക്കെ മുറിഞ്ഞുപോയി. ഇല്ലാ ബിസലാസ്, 3 കാര്യങ്ങൾ ഒഴിച്ച് അവന്റെ അമലൊക്കെ മുറിഞ്ഞുപോയി മരണത്തോടുകൂടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞതാണ്.
ഒന്ന് ഇൽമുൻ നാഫിഅ്, ഉപകാരപ്രദമായ അറിവ്. നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥന അല്ലേ, മദ്രസയിലെ അധ്യാപകർ ധാരാളം അവിടെ ഉണ്ട്. നിങ്ങൾ ചൊല്ലിക്കൊടുത്തൊരു പ്രാർത്ഥന അത് സമൂഹങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിക്കും. നിങ്ങൾ നിസ്കരിച്ച് പഠിപ്പിച്ചു കൊടുത്ത മക്കളുണ്ടല്ലോ, അവരുടെ നിസ്കാരം, അവരുടെ മക്കളെ പഠിപ്പിക്കുന്ന നിസ്കാരം തലമുറകളോടുകൂടി അവരത് നിർവഹിക്കുമ്പോ നിങ്ങൾക്ക് യാതൊരു അംശവും കുറയാതെ പ്രതിഫലം കിട്ടും. നീയത്ത് മനസ്സിലുണ്ടായാൽ മതി. ഈ പഠിപ്പിച്ചു കൊടുക്കണ പഠിച്ചോനെ എനിക്ക് സ്വർഗം കിട്ടണമെന്ന നീയത്ത് മനസ്സിലുണ്ടായാൽ മതി. ഈ മക്കൾ ചെയ്യുന്ന ഓരോ ദുആക്കും നിങ്ങൾക്ക് അവരുടെ അതേ അളവിൽ പ്രതിഫലം കിട്ടും. ഇൽമുൻ നാഫിഅ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി റസൂൽ പഠിപ്പിച്ചത് സ്വദഖത്തുൻ ജാരിയ. നമ്മൾ പള്ളിക്കും മദ്രസക്കൊക്കെ കൊടുക്കുന്ന സമ്പത്തുണ്ടല്ലോ, ജാരിയായ സ്വദഖയുണ്ടല്ലോ, ആ ജാരിയായ സ്വദഖ നമ്മളെ ഖബറിലേക്ക് എത്തിച്ചേരും. മൂന്നാമതായി പഠിപ്പിച്ചത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സാലിഹായ സന്താനം, മകനാവട്ടെ മകളാവട്ടെ, ഈമാനോടുകൂടി തഖ്വയോടുകൂടി മുവഹിദായ നിലക്ക് എന്റെ ബാപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ മരണശേഷവും അതാ അവരുടെ ഖബറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആ നിലക്ക് ആദർശവാന്മാരായി നമ്മുടെ മക്കളെ അത് നമ്മൾ വളർത്തുക. അവരൊറ്റ ഹദീസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണപ്പെട്ട ഒരു പരീക്ഷണകാരിയോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമ്മളെ ചെറിയ കുട്ടികൾ മരണപ്പെടുക എന്നുള്ളത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചോമരങ്ങളുണ്ടല്ലോ, അവര് നമ്മുടെ മുന്നിൽ കിടന്ന് മരിച്ചു പോകുക എന്നുള്ളതാണ് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽപ്പെട്ട ഒരു പരീക്ഷണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ പരീക്ഷണം നേരിട്ട ആളാണ്. തന്റെ കയ്യിൽ പിടഞ്ഞുകൊണ്ട് ഇബ്രാഹിം എന്ന് പറയുന്ന തന്റെ മകൻ മരണപ്പെടുമ്പോ റസൂലുള്ളാഹിയുടെ കൺതടങ്ങളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകിയപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, റസൂലേ താങ്കളും കരയുന്നുണ്ടോ? താങ്കളും കരയുകയാണോ നബിയെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി റഹ്മ, ഇത് കാരുണ്യമാണ്, ഇത് കാരുണ്യമാണ്. നന്ദികേടിന്റെ വാക്കും വർത്തമാനവുമാണ് നിഷിദ്ധമായത്. പടച്ചോനെ എന്നോട് ഇത് ചെയ്തല്ലോ എന്ന നന്ദികേടിന്റെ വർത്തമാനം ഒരിക്കലും പാടില്ല, ക്ഷമിക്കുക. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക റസൂലുള്ളാഹി പറഞ്ഞു. ഖുദ്സിയായ ഒരു ഹദീസ് ഉണ്ട്. അബൂ സിനാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് തന്റെ കുഞ്ഞിന്റെ ജനാസ മറമാടുന്ന സന്ദർഭത്തിൽ തന്റെ കുഞ്ഞ് മരണപ്പെട്ടപ്പോ വേദനയോടുകൂടി തന്റെ കുഞ്ഞിനെ കഫൻ ചെയ്തുകൊണ്ട് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ അബൂ സിനാൻ റളിയല്ലാഹു അൻഹു വിതുമ്പുമ്പോ ചുമലിൽ കൈവച്ചുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയാണ്, ഞാൻ നിനക്കൊരു സന്തോഷ വാർത്ത പറഞ്ഞു തരട്ടെ അബൂ സിനാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അബൂ സിനാൻ റളിയല്ലാഹു അൻഹു ഇവിടുന്ന് പറഞ്ഞു, പറഞ്ഞാലും എന്നിട്ട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറഞ്ഞതായി റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഖുദ്സിയായ ഹദീസാണ്. ഇപ്രകാരം അല്ലാഹു പറഞ്ഞതായി കൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെ മലക്കുകളോട് ഒരു കുഞ്ഞിന്റെ റൂഹ് പിടിച്ചതിന് ശേഷം അല്ലാഹു മലക്കുകളോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഖബലതും വലദ അബ്ദീ, എന്റെ അടിമയുടെ കുഞ്ഞിന്റെ റൂഹ് നിങ്ങൾ പിടിച്ചോ മലക്കുകളെ. മലക്കുകൾ പറയും, അതേ അല്ലാഹ്, നിന്റെ കൽപ്പന പ്രകാരം അപ്രകാരം ചെയ്തിട്ടുണ്ട്. വീണ്ടും സ്വയം അറിഞ്ഞുകൊണ്ട് അല്ലാഹു വീണ്ടും ചോദിക്കുന്നു, ഖബലതും സമറത ഫുആദിഹി, അവന്റെ ഹൃദയത്തിൽ വിരിഞ്ഞ പൂവ്, ആ പൂവിൽ നിന്നുണ്ടായ ഫലമാണത്, അതിനെ നിങ്ങൾ പറിച്ചെടുത്തോ മലക്കുകളെ. വീണ്ടും മലക്കുകൾ പറയും, അതേ അല്ലാഹ്, നിന്റെ കൽപ്പന പ്രകാരം അവനൊരു പരീക്ഷണമായി കൊണ്ട് അവന്റെ മകനെ അവന്റെ മകളെ മരിപ്പിച്ചു. അല്ലാഹുവേ, നിന്റെ കൽപ്പന പ്രകാരം അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു അതാ തിരിച്ചു ചോദിക്കുകയാണ്, മാദാ ഖാല അബ്ദീ, ഇത്രയും വലിയ വേദന കൊടുത്തപ്പോ, ഇത്രയും വലിയ പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ ആ മനുഷ്യൻ എന്താണ് പറഞ്ഞത്, എന്റെ അടിമ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ മലക്കുകൾ തിരിച്ചു പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ വാക്കും വർത്തമാനവും അതാണ്. ആ മനുഷ്യൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലാഹ് ഹമിദക വസ്തർജഅ. ആ മനുഷ്യൻ പറഞ്ഞത് എന്തറിയോ, മകൻ മരിച്ചു എന്ന് കാള് വന്നപ്പോ, മകള് മരിച്ചു എന്നറിഞ്ഞപ്പോ, വാപ്പ മരിച്ചു എന്ന് കേൾക്കുമ്പോ, ഏത് ദുരന്തങ്ങളും ദുരിതങ്ങളും കേൾക്കുമ്പോഴോ ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അത് പറയണമെങ്കിൽ അസാധ്യമായ ഈമാൻ ഉണ്ടാവണം. പ്രിയപ്പെട്ട പൊന്നുമോൻ മരിച്ചെന്ന വാർത്തയാണ് വരുന്നത്, അൽഹംദുലില്ലാഹ് എന്ന് പിടിച്ചു നിന്ന് പറയാൻ കഴിയണം. അൽഹംദുലില്ലാഹ് ഹമിദക വസ്തർജഅ. എന്നിട്ട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇസ്തിർജാ നടത്തുകയും ചെയ്തു. അല്ലാഹ് പറയുകയാണ് മലക്കുകളോട്, ബനൗലി അബ്ദി ബൈതൻ ഫിൽ ജന്ന വസമ്മുഹു ബൈത്തുൽ ഹംദ്.
സാധാരണ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്നത് മരണാനന്തര ജീവിതത്തിന്റെ ഘട്ടങ്ങളിലാണ്. എന്നാൽ ഈ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കാത്തു നിൽക്കേണ്ടതില്ല, എന്റെ അടിമക്ക് ഇപ്പോൾ തന്നെ സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിയുക. ബനൗലി അബ്ദി ബൈതൗ ഫിൽ ജന്ന വസമ്മുഹു ബൈത്തുൽ ഹംദ്. ആ വീടിന്റെ പേര് കൊടുക്കുക ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ ഭവനം എന്ന പേര് കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്ഷമക്ക് നൽകുന്ന സമ്മാനം. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോ എല്ലാ നിലക്കും അല്ലാഹു പരീക്ഷിക്കില്ലേ? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ എല്ലാം കൊടുത്തു, അവസാനം ശരീരത്തിൽ മൊത്തം വ്രണങ്ങളായി എല്ലാവരും വിട്ടേച്ചു പോകുന്ന അവസ്ഥയും അല്ലാഹു കൊടുത്തു. പരീക്ഷണങ്ങളാണ്. അവിടെയും ഉറച്ചു നിന്നു, ക്ഷമിച്ചു, അല്ലാഹുവിന്റെ സഹായം ഉണ്ടായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ രാജ്യത്ത്, സമൂഹത്തിൽ, കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ അള്ളാന്റെ പരീക്ഷണങ്ങൾ ഒന്നിന്ന് മറ്റൊന്നായി കടന്നു വന്നുകൊണ്ടേയിരിക്കും. ആരാണ് ക്ഷമിക്കുന്നത് എന്ന് അള്ളാഹ് പരിശോധിച്ചറിഞ്ഞിട്ട് മാത്രമേ ദുനിയാവ് നമ്മളെ പറഞ്ഞേക്കൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലത്തെ ആഗ്രഹിച്ച് നാളേക്ക് വേണ്ടി ഏറ്റവും നല്ല രൂപത്തിലുള്ള വിശ്വാസമായി കൊണ്ട് കർമ്മങ്ങളുമായി കൊണ്ട് ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മുവഹ്ഹിദുകളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസപരമായും കർമ്മപരമായും സംഭവിച്ചു പോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അപാകതകളും അല്ലാഹുവേ നിന്റെ ഫദ്ല് കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എല്ലാത്തിൽ നിന്നും മോചനം നൽകുകയും ഈമാനിന്റെ പാതയിൽ, തൗഹീദിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് കൺകുളിർമ നൽകുന്ന മക്കളാക്കി ഞങ്ങളെ നീ മാറ്റണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവർക്കെല്ലാവർക്കും അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ആദർശ സരണിയിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു പാത വെട്ടിത്തന്ന ഞങ്ങളുടെ പണ്ഡിതന്മാർ, അവർ ഖബറുകളിലാണ്. ഒരുപാട് ആളുകൾ അവരുടെ ഖബറുകളെ വിശാലമാക്കി നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗബാധിതരുണ്ട്, കടബാധിതരുണ്ട്, പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട്. എല്ലാവിധ പ്രയാസങ്ങളെയും നീ ദൂരീകരിക്കണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കുവാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ ഞങ്ങളുടെ നാടുകളിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കും വരും തലമുറകൾക്കും നിർഭയത്വത്തോടുകൂടി തൗഹീദ് പറയുവാനും ആ തൗഹീദ് അനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളുടെ മഹല്ലത്തിനെയും ഞങ്ങളുടെ രാജ്യത്തിനെയും നീ പരിവപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നീ പരാജയം നൽകി ഞങ്ങളെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم.